കുറിച്ച് ഒന്നും പറയാനില്ല, നല്ല അഭിപ്രായമേ ഉള്ളൂ. ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെയാണ്. അവർ ഇന്നിപ്പോൾ ബായച്ചന്മാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ നടക്കാം. പെൻഷൻ കൊണ്ട് ആ ആസ്പത്രിയിലും ജീവിതത്തിലും ഒരാൾക്ക് മുമ്പിടാതെ ജീവിക്കുന്ന ഒരു കാലം ഇപ്പം നമ്മൾ ഈ ഗവൺമെൻറ് ആക്കി തീർത്ത്. 2016 ഭരണത്തിലേറുമ്പോൾ അസാധ്യമെന്ന് അതുവരെ കരുതിയ വികസന പദ്ധതികളെല്ലാം നടപ്പാക്കി. വാർദ്ധക്യത്താലും അവശതയാലും ജീവിത സായാഹ്നത്തിൽ എത്തിയെന്ന് കരുതിയവർക്ക് ഉദയസൂര്യനായി മാറി ക്ഷേമ പെൻഷൻ. ഉള്ളുലച്ച പ്രതിസന്ധികളിൽ നാടിനൊപ്പം നിന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണത്തോടെ പിണറായി സർക്കാർ രണ്ടാമതും. നാടിനെ ബന്ധിപ്പിക്കുന്ന വിജയവഴികൾ, ദേശീയപാത വികസനം, തീര മലയോര ഹൈവേകൾ, ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പോർട്ട്, വാട്ടർ മെട്രോ, മികച്ച ആശുപത്രികൾ, സ്കൂളുകൾ, ഇവയെല്ലാം കേരളത്തിൻ്റെ മുഖം മാറ്റി. ലോക കേരള സഭ മുതൽ വ്യവസായ നിക്ഷേപ സംഗമം വരെ നിരവധി സംരംഭങ്ങൾ. ഇതാ സുസ്ഥിര സമഗ്ര വികസനത്തോടൊപ്പം ക്ഷേമപ്രവൃത്തിയും കൂടുതൽ വ്യാപ്തിയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. വീട്ടമ്മമാർ മുതൽ വിദ്യാർത്ഥികൾ വരെ, കർഷകർ മുതൽ കാലി വളർത്തുന്നവർ വരെ 1600 നിന്ന് 2000 രൂപയായി കയ്യിൽ വാങ്ങി ഇനി വൃദ്ധ പൗരന്മാർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാം. സംതൃപ്തമായ ജനജീവിതവും ക്യാപ്റ്റനും കൂട്ടർക്കും കിട്ടുന്ന ജനസമ്മതിയിലും അസ്വസ്ഥരാകുന്ന ചിലരുണ്ടിവിടെ. തമ്മിലടിച്ചും ഗ്രൂപ്പ് കളിച്ചും നടക്കുന്നവർക്കിടയിലേക്ക് മിന്നൽ പിണറായി പതിച്ച ആഘാതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് നിരീക്ഷകൻ. ഞാൻ ഈ ചർച്ചയിൽ ഇന്ന് ആദ്യം ശ്രീ പ്രേംകുമാറിലേക്കൊന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. പ്രേംകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇപ്പോൾ ഇന്നലെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മന്ത്രിസഭാ യോഗത്തിന് വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ പറഞ്ഞത്. ആ തീരുമാനങ്ങൾ വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ വന്നെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഇന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണം യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ഒരു സർക്കാർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സർക്കാർ അതിനെയൊക്കെ അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല, അങ്ങനെ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിനെ എങ്ങനെ സമീപിക്കുന്നു, അതിനെ ഏത് നിലയിലാണ് ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്, അതിൽ ഏതൊക്കെ തരത്തിലാണ് അതിലെ വിമർശനത്തിൻ്റെ ഒരു ഗ്രാവിറ്റി ഇരിക്കുന്നത്, ഈ വിമർശനം ശരിയാണല്ലോ, അതിൽ ഇന്ന അപാകതയുണ്ടെങ്കിൽ അത്, ആ നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ പോയിട്ടുണ്ടോ, അതും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം സർക്കാരിനെ മാത്രമല്ലല്ലോ, പ്രതിപക്ഷത്തെയും കൂടി വിലയിരുത്തിയാണല്ലോ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക. അതുകൊണ്ട് ആദ്യം ശ്രീ പ്രേംകുമാർ, ശ്രീ സേനാപതി എനിക്ക് സ്ക്രീനിൽ കാണാം, വരുന്നതിന് മുമ്പ് സേനാപതിയും കേൾക്കട്ടെ. താങ്കളുടെ ഒരു കാഴ്ചപ്പാട് പ്രതിപക്ഷം ഇതിനെ സമീപിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട് ഒന്നറിയണം എന്നുണ്ട്. അതിനും മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. അപ്പോൾ 2500 രൂപ ആക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച അധികാരത്തിൽ വന്നിട്ട് 4.5 കൊല്ലം 1 രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. കൂട്ടിയത് നല്ല കാര്യം, 400 എങ്കിൽ 400 കൂട്ടിയത് നല്ല കാര്യം. 5 മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവർ. 5 മാസം പെൻഷൻ മുടക്കിയ ആളല്ല, കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല, ഒരിക്കലും എതിർക്കില്ല. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പം 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെൻറ്. പ്രേംകുമാർ, എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വിമർശനത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഈ ഒരു തീരുമാനത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് എത്രമാത്രം, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് എത്രമാത്രം കഴിഞ്ഞിരിക്കുന്നു? വളരെ ഗൗരവമായ വിമർശനം ഉന്നയിക്കാൻ, അത് ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ VD സതീശന്റെ ഇന്നത്തെ പ്രസ്താവന തരക്കേടില്ലാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു കാര്യം ഉറപ്പ് തന്നിട്ടുണ്ട്, ഈ 400 രൂപ വർദ്ധിപ്പിച്ചതിനെ പ്രതിപക്ഷം എതിർക്കില്ല, തടയില്ല എന്ന്. കപ്പൽ തടയും എന്നൊക്കെ പറഞ്ഞ പോലെ അറബിക്കടലിലൂടെ പോകുന്ന കപ്പലുകൾ തടയുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അതായത് 2 കപ്പലുകൾ മുങ്ങിയപ്പോൾ കപ്പൽ തടയാൻ വേണ്ടി സമരം നടത്തിയ ആളുകളാണ്. പനി വരുന്നതിനെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് ഹർത്താൽ പിന്നീട് പിൻവലിച്ച UDF ആണ് കേരളത്തിലുള്ളത്. അപ്പൊ എന്തായിരുന്നാലും ഈ 400 രൂപ വർദ്ധിപ്പിച്ചതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾ സമരത്തിന് ഇറങ്ങില്ല എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് UDFന്റെ ചെയർമാൻ അടൂർ പ്രകാശ്, അതായത് 1700 രൂപയാക്കുന്നു, 1800 രൂപയാക്കുന്നു എന്ന് ചാനലുകളിൽ വാർത്ത വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് അത് മര്യാദകേടാണെന്ന്. അതൊരു ശരിയല്ല, അതൊരു നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത്.
2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റ് അതുവരെ കേരളം ഭരിച്ചതും ഇന്ത്യ ഭരിച്ചതും ഭരിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യത്തിലായിരുന്നു. 16 ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞൊരു പ്രകടന പത്രിക പുറത്തിറക്കി. 2021 ആവുമ്പോഴേക്ക് ഒരു കയ്യിൽ ആ പ്രകടന പത്രികയും ഇപ്പുറത്തെ കയ്യിൽ പ്രോഗ്രസ് റിപ്പോർട്ടും. പ്രകടന പത്രികയിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല, ഒരു 5% താഴെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, പറയാത്ത കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഈ രണ്ട് സാധനങ്ങളും കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു 2021 ഇലക്ഷനെ നേരിട്ടതും. മുഖ്യമന്ത്രി പകുതി സമയം രമേശ് ചെന്നിത്തലയും പകുതി സമയം ഉമ്മൻചാണ്ടിയും എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചെങ്കിലും പിണറായി വിജയൻ തന്നെ 2ാമത്തെ തവണ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത്. അതേ കാര്യം തന്നെയാണ് ഇത്തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരത്ത് പറഞ്ഞതുപോലെ അസാധ്യമെന്ന് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വർധനവിനെ പറ്റി കോൺഗ്രസ് പറയുന്നത് ഭയങ്കര രസമാണ്. അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് 4.5 വർഷമായിട്ട് ഇത് വർദ്ധിപ്പിച്ചില്ല എന്ന ന്യായമായ ചോദ്യമാണ്. പക്ഷെ പ്രതിപക്ഷം അത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. 4.5 വർഷക്കാലം LDF ഗവൺമെന്റ് ഇതിൽ അലംഭാവം വരുത്തിയപ്പോ, വൈകിയപ്പോ എന്തെടുക്കുകയായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം? ഇവരെന്താ മിണ്ടാതിരുന്നത്? നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് UDF സമരം ചെയ്യാതിരുന്നിട്ട് പോലും നോക്കൂ, 400 രൂപ വർദ്ധിപ്പിക്കുന്നു. ഒറ്റയടിക്ക് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കുന്നു. 10,000 കോടി രൂപ മൊത്തം ചെലവ് വരുന്നു. ഇത് മാത്രമല്ല, ആശാ വർക്കേഴ്സിന്റെയും നഴ്സറി ടീച്ചേഴ്സിന്റെയും അംഗനവാടി ടീച്ചേഴ്സിന്റെയും സർക്കാർ ജീവനക്കാരുടെ DAയും എല്ലാം കൂടെ നമ്മുടെ സുഹൃത്തായ S ലല്ലു പറയുന്ന പോലെ നിർത്തി പ്രഖ്യാപിക്കൂ, എന്നാലല്ലേ ശ്വാസം കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരൊറ്റ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഇതിനെങ്ങനെയാണ് ടേക്ക് ഓൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ശുദ്ധ അങ്കലാപ്പിലാണ് UDF ക്യാമ്പ്. കാരണം അതിന്റെ തലേ ദിവസമാണ് നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള വാർത്ത കേട്ടത്, കേരളത്തിൽ UDFന് കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. ഇന്ന് അതിനെപ്പറ്റിയും VD സതീശൻ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. പിന്നെയാണോ കേരളത്തിൽ നിന്ന്? കർണാടകത്തിലോ പിന്നെ എന്താ പറയാ തെലങ്കാനയിലോ പോലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നത്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ട്, 4-5 പേരുണ്ട്. അതിനിടയിലേക്ക് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലും കൂടെ വന്നിരിക്കുന്നു. അല്ല, അതിലൊരു ഞാൻ സാന്ദർഭികമായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വളരെ രസകരമായ ഒരു കമൻറ്റ് കൂടി ഇവിടെ പ്രേംകുമാർ പറഞ്ഞത് കൂട്ടി ചേർക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനിടയിൽ ഒരു സരസനായ സുഹൃത്ത് പറഞ്ഞത്, അതായത് അതിൽ ഒരാൾ തിരിച്ച് ദില്ലിക്ക് ടിക്കറ്റ് എടുത്തു, ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിലും അല്ലല്ലോ. അതായത് ഒരു പതിവ് കീഴ്വഴക്കനുസരിച്ച് എങ്ങനെയാണ്, ആരാണോ പ്രതിപക്ഷ നേതാവ് അയാൾ അടുത്ത മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരാണോ മുൻ മുഖ്യമന്ത്രി അയാൾ അടുത്ത മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 2021 ഇലക്ഷനെ ഫേസ് ചെയ്യുന്ന സമയത്ത് മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു, അപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് ഒരു സമവായത്തിലെത്തിയത് പകുതി ഉമ്മൻചാണ്ടി പകുതി എന്താ പറയാ രമേശ് ചെന്നിത്തല. മനോരമയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ തവണ മുൻ മുഖ്യമന്ത്രി ഇല്ല, ഉമ്മൻചാണ്ടി ഇല്ലല്ലോ, നമ്മളുടെ കൂടെ ഇല്ല, ദുഃഖകരമായ സത്യമാണ്. പിന്നെ ഉള്ളത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവേണ്ടത്. അപ്പം കേരളത്തിൽ UDFന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം VD സതീശൻ അതിനെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് തന്നെയാണ്. അഥവാ KC വേണുഗോപാൽ അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്, പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. പിണറായി വിജയനെ താഴെ ഇറക്കിയാൽ വേറെ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആവണ്ടേ? അത് വളരെ ക്ലിയർ ആണ് ഇങ്ങനെ പറയുന്നത്. ഒരു സ്ഥാനത്തെ പറ്റിയിട്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റി 4-5 പേര് തമ്മിൽ തർക്കം നടക്കുന്നു. ഈ തർക്കം തീർക്കേണ്ടത് ഹൈക്കമാൻഡ് സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ആളായിരിക്കും എന്ന് തീരുമാനിക്കുകയാണ്. ഇതിപ്പോ എന്താ ചെയ്തത്? ഇപ്പൊ തൽക്കാലം നമ്മൾ അതിനെ പറ്റി പറയണ്ട, തല്ലുകൂടണ്ട. എപ്പൊ തല്ലുകൂടിയാൽ മതി? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ തല്ലുകൂടിയാൽ മതി. അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് നമ്മളോ ഇടതുപക്ഷത്തിലുള്ള ആളുകളോ അതിനോട് സഹകരിക്കുന്ന ആളുകളോ അല്ല, VD സതീശൻ തന്നെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നില്ല. പിന്നെയാണോ കേരളം എന്നുള്ളത്? VD സതീശന്റെ വാക്കുകളുടെ മുഖവിലേക്ക് തന്നെ എടുക്കണം. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് കേട്ടോ. ഈ ഗവൺമെന്റ് 2026 മാർച്ചിൽ അധികാരം ഒഴിയുന്നതിന് മുന്നേ പ്രഖ്യാപിച്ചതുപോലെ 2,500 രൂപ തന്നെ നടപ്പിലാക്കണം. മാത്രമല്ല, ഇപ്പൊ ഉള്ള പ്രഖ്യാപനങ്ങൾ വെറുതെ പറഞ്ഞതാണോ എന്ന് അറിയാൻ മലയാളികൾക്ക് 6 മാസം സമയമുണ്ട്. അടുത്ത മാസം മുതൽ കൊടുക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷം കൃത്യമായിട്ട് നോക്കണം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് LDFന് ഉപകാരമാവും, കൊടുക്കണ്ടെന്ന് ഇവർക്ക് പറയാനും പറ്റില്ല. വല്ലാത്തൊരു വെട്ടിലാണ്, സ്തംഭിച്ചുപോയ അവസ്ഥയിലാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും
പിന്നെ UDF-ഉം കോൺഗ്രസും ഒക്കെ ഇതിന്റെ അകത്ത് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണെന്ന് വെച്ചാൽ മൂപ്പര് അങ്ങ് ഖത്തറിൽ പോയിട്ട് എന്തൊക്കെയോ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയും. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ സേനാപതി വേണു, വല്ലാതെ സ്തംഭിച്ചു പോയ ഒരവസ്ഥയിൽ പ്രതിപക്ഷം എത്തപ്പെട്ട സാഹചര്യം ഇതിലുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് കേട്ടാൽ തോന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ കാലാവധി 4.5 വർഷമാണെന്ന് തോന്നും. അല്ലെന്നേ 5 വർഷമാണ്. ഇനിയും എല്ലാം കൂടി കണക്ക് എണ്ണിയാൽ 6 മാസം ഇനിയും ബാക്കി കിടക്കുകയാണ്. അപ്പോൾ 4.5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഖ്യാപനവും നടത്താൻ പാടില്ല എന്നാണോ? ക്ഷേമ പെൻഷൻ മാത്രമല്ല, നിരവധി മേഖലകൾ, എല്ലാ മേഖലകളും, വിദ്യാർത്ഥികൾ മുതൽ പ്രായമായ മനുഷ്യർ വരെ, സ്ത്രീകൾ മുതൽ ട്രാൻസ് വുമൺ അടക്കം എല്ലാ മേഖലകളെയും, സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, ഗസ്റ്റ് ലെക്ചർമാർ, ഇവരെല്ലാവരും വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെ ആ തീരുമാനങ്ങളിൽ വന്നിട്ടുണ്ട്. അത്തരം തീരുമാനമെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് എവിടെയാണ് തടസ്സം? നിങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പറയുന്നത് കേട്ടാൽ തോന്നുന്നു 4.5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രഖ്യാപനവും പാടില്ല എന്നാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വരെ രാഷ്ട്രീയ താല്പര്യം നോക്കി, ലാഭം നോക്കി തീരുമാനങ്ങളെടുത്ത അനുഭവവും ചരിത്രവും UDF-ൻ്റെ നടപടികളിലുണ്ട്. ആ നിങ്ങളാണ് 4.5 വർഷത്തിലെടുത്ത തീരുമാനത്തെ വല്ലാതെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നിങ്ങളൊരു സ്തംഭനാവസ്ഥയിൽ എത്തപ്പെട്ട് നിൽക്കുകയാണോ? നേരത്തെ പ്രേംകുമാർ പറഞ്ഞത് കേട്ടല്ലോ. അല്ല, പ്രേംകുമാറിന് എന്തെങ്കിലും സ്തംഭനാവസ്ഥയോ ഇനി ശരത്തിന് എന്തെങ്കിലും സ്തംഭനാവസ്ഥയോ ഉണ്ടെങ്കിലേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടിക്കോ UDF-നോ ഒരു സ്തംഭനാവസ്ഥയില്ല. ഇവിടെ ശ്രീ പ്രേംകുമാർ 2021 പ്രകടന പത്രിക ഇടത്തെ കയ്യിലും നടപ്പാക്കിയതിന്റെ ബാലൻസ് ഷീറ്റ് വലത്തെ കയ്യിലുമായിരുന്നല്ലോ വെച്ചിരുന്നത്. ആ 21 പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യം ക്ഷേമ പെൻഷനുകൾ മുഴുവൻ 2500 രൂപയാക്കുമെന്നാണ്. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ 6 മാസം ഉള്ളപ്പോഴോ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസമോ അല്ലെങ്കിൽ CPI മന്ത്രിമാരും മന്ത്രിസഭ വിടുവെന്ന് പറയുന്ന ദിവസമോ അല്ലല്ലോ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത്. 4.5 കൊല്ലക്കാലം ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ആ ഭരണകൂടം ഈ 4.5 കൊല്ലം ഈ പാവപ്പെട്ടവർക്ക് ഇത് കിട്ടേണ്ടതില്ലേ? അവർ ദേ ആർ എലിജിബിൾ. അതാണല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീ പ്രേംകുമാറിനോട് വിനയപരിസരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, 4.5 കൊല്ലം കഴിഞ്ഞ് നടപ്പിലാകുമെന്നല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, അതിന്റെ ഒരു ഇന്നർ മീനിങ് എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അടുത്ത ബജറ്റിൽ 2500 രൂപ ക്ഷേമ പെൻഷനുകളാക്കും എന്നുള്ളതാണല്ലോ ഒരു പ്രഖ്യാപനം നടത്തേണ്ടത്. ഏതായാലും ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 60 മാസത്തിൽ ഇനി അവശേഷിക്കുന്ന 5 മാസക്കാലം, കൃത്യമായി പറഞ്ഞ 13, 15, 180 ദിവസം, 150 ദിവസം അവശേഷിക്കുന്നു. ഏതായാലും ഇന്നലെ വരെ ഈ പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ മുമ്പേ അങ്ങ് അഭിമുഖത്തിൽ കാണിച്ച ആ പാവപ്പെട്ട സാധു വീട്ടമ്മ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏതായാലും കഴിഞ്ഞ 55 മാസക്കാലം നിങ്ങൾ പറഞ്ഞ പ്രഖ്യാപനം പ്രകാരം അവർക്ക് കിട്ടേണ്ടതായിരുന്നുവെങ്കിൽ ഒരു പ്രതിമാസം 800 രൂപ കൂടി 1600, 2500, 900 രൂപ വെച്ച് കിട്ടുമായിരുന്നുവെങ്കിൽ 50 മാസം കൊണ്ട് ശരാശരി കൂട്ടിക്കഴിഞ്ഞാൽ. ശ്രീ സേനാപതി വേണു, ഒരു സംശയം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇതാദ്യമായി രൂപപ്പെട്ടതല്ല, എല്ലാവരും ചെയ്യാറുണ്ട്, നിങ്ങളും ചെയ്യാറുണ്ട്. ഈ പ്രകടന പത്രികയിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അധികാരത്തിലെത്തിയാൽ 1-ാം ദിവസം അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്യുന്നത്? 5 വർഷക്കാലത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നോക്കൂ, അതിദരിദ്രരില്ലാത്ത കേരളം 2021 സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണ്. അത് നടപ്പാക്കിയെടുക്കാൻ ഈ 5 വർഷമാണ് ജനം കൊടുത്തിട്ടുള്ളത്. അതിലേക്കാണ് പോയിട്ടുള്ളത്. എന്ത് യുക്തിയില്ലായ്മയാണ്. 2, വർദ്ധിപ്പിച്ചാൽ അത് ശുദ്ധ മര്യാദകേടാണെന്ന് പറഞ്ഞ ഒരു കൺവീനറുള്ള മുന്നണിയുടെ പ്രതിനിധിയാണ് താങ്കൾ. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വർദ്ധിപ്പിച്ചതാണ്. ഇതിലേതാണ് ശരി? ഏതാണ് നിങ്ങളുടെ മനസ്സ്? അല്ല, ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഈ ആദ്യം അത് തടസ്സപ്പെടുത്തി രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പണി വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒരു ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് അത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ കാലഘട്ടമൊന്നും വേണ്ട ശരത്തെ. അത് മാത്രമാണോ ഒരു കൂട്ടരാണല്ലോ ഈ പറയുന്നത്? അത് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത്. ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞോളൂ. സോറി, ഞാൻ ഇന്റർഫിയർ ചെയ്തതല്ല. ഇങ്ങനെ അങ്ങ് വർഷാവർഷം കൂട്ടി അധികാരത്തിലിരുന്ന കാലത്ത് കൊടുത്ത കൂട്ടരാണല്ലോ ഈ പറയുന്നതെന്ന് ഓർത്തു പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ, അധികാരത്തിലിരുന്നപ്പോ അല്ല, VS അച്യുതാനന്ദൻ അധികാരത്തിലിരുന്നപ്പോ 300 അല്ലേ കൊടുത്തത്? നിങ്ങൾ പറയുന്ന പോലെ 600 ആക്കി കൊടുത്തു എന്ന് പറയുന്നു. VS അച്യുതാനന്ദൻ കൊടുത്തതിനേക്കാൾ ഇരട്ടി ഞങ്ങൾ കൊടുത്തു. അന്നത്തെ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അന്ന് 20 രൂപ 18 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങൾ പറഞ്ഞ പോലെ 600 അല്ല. ഉമ്മൻചാണ്ടി ആ പെൻഷൻ 1000 രൂപയും 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് 1500 രൂപയും ആക്കിയതിനു ശേഷം സബ്ജക്ട് ടു കറക്ഷൻ 500 രൂപ VS-ന്റെ കാലത്ത് വർദ്ധിപ്പിച്ചത്. നിങ്ങൾ 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഈ 2016 തന്നെ 2016 ഭരണമാറ്റം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിങ്ങൾ കൂട്ടിയത് കേവലം 100 രൂപയാണ് സർ. പിന്നീട് അവിടെ നിന്ന് 1000 രൂപയായിട്ടാണ് കൂടിയത്. 1000 രൂപ, 600 1000 ആകുന്നു, പിന്നീട് 1600 ആകുന്നു. ഞാൻ പറഞ്ഞത് 75 വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷന്റെ കാര്യവും അതോടൊപ്പം
ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ ഒന്നിലധികം ക്ഷേമ പെൻഷനല്ല ഒന്നിലധികം പെൻഷനുകൾ, അത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാകാം, അതർ പെൻഷനാകാം, ആ പെൻഷനുകൾ കിട്ടുന്ന ആളുകൾക്ക് ചിലർക്ക് 2000-3000 ഒക്കെ കിട്ടുക, അതായത് ഒന്നിലധികം പെൻഷനുകൾ കിട്ടുന്നത്. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന് കിട്ടുന്ന പെൻഷൻ, അയാള് മരപ്പണിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക കല്ലുകുത്തുകാരനാണെങ്കിൽ ആ കോർപ്പറേഷനിൽ കിട്ടുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോ ക്ഷേമ പെൻഷനുകളെല്ലാം ഒറ്റ പെൻഷനാക്കി മാറ്റിയിരിക്കുന്നു. അതുതന്നെ ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ടവരോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. ഇനി 2, പ്രകടന പത്രികയെക്കുറിച്ച് ഇപ്പോൾ ആശാ വർക്കർമാരുടെയും പാചക തൊഴിലാളികളുടെയും അംഗൻവാടിക്കാരുടെയും ഒക്കെ കാര്യം എത്ര വരാതെയാ പറഞ്ഞത്. നിങ്ങളുടെ പ്രകടന പത്രികയിൽ അന്ന് പറഞ്ഞത് എന്താ? ഞങ്ങൾ അവരുടെ ശമ്പളം 700 രൂപയാകും. കാരണം ട്രേഡ് യൂണിയൻ, ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ട്രേഡ് യൂണിയന്റെ ദേശീയ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് എല്ലാ തൊഴിലാളികൾക്ക്, പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞത് 700 രൂപ ശമ്പളം. ഡൽഹിയിലെ നൽക്കത്തോറ സ്റ്റേഡിയത്തിൽ അന്ന് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളും CITU, AITUC, INTUC, BMS ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മൾ ആവശ്യപ്പെട്ട ഒന്നാണ് 700 രൂപ. ആ പ്രകടന പത്രികയിൽ നിങ്ങൾ അത് പറഞ്ഞിരുന്നു, ഞങ്ങൾ 700 രൂപ കൊടുക്കുമെന്ന്. ഇപ്പൊ നിങ്ങൾ ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നത് 7000 രൂപ എന്ന് പറഞ്ഞാൽ 233 രൂപ. ഇപ്പൊ അത് 1000 രൂപയോടെ വർദ്ധിപ്പിച്ചപ്പോൾ 266 രൂപയായി. ഈ നാട്ടിൽ നിങ്ങൾ അതിദരിദ്രരെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ 9.5 കൊല്ലമായി ഭരണം നടത്തുന്ന നിങ്ങൾ ഈ ഭരണത്തിൽ നിന്ന് പോകുമ്പോഴെങ്കിലും അവരുടെ ഡിമാൻഡ് 20,000 രൂപയാണല്ലോ. വേണ്ട, ഒരു 500 രൂപ പ്രതിദിനം അവർക്ക് അനുവദിച്ച് അവർക്ക് ഒരു 15,000 രൂപ പ്രതിമാസ ശമ്പളം അല്ലെ ഓണറേറിയം, അവർക്ക് കിട്ടുന്ന റിവാർഡ് അത് കൊടുത്തിട്ട് പോകാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സർക്കാർ ജീവനക്കാരുടെ DA കുറിച്ച് പറയുന്നു. 5 ഗഡു DA ശരത്തെ ഇവിടെ കുടിശ്ശികയാണ്. ഇവിടെ പ്രേംകുമാർ സന്തോഷം കൊണ്ട് എത്ര കൊടുത്തു? നമുക്ക് ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. അത് എന്ന് കൊടുക്കുമെന്ന് സർക്കാർ ജീവനക്കാർക്ക് അറിയത്തില്ല. ഇവിടെ ബാക്കി പെൻഷനുകൾ കിട്ടുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കിട്ടിയിട്ട് 18 മാസമായി. 24 വിവിധങ്ങളായ പെൻഷൻ സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്നൊന്നും ഒരാൾക്കും ഒരു പാവപ്പെട്ടവനും പെൻഷൻ കിട്ടാത്ത സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ 10-18 മാസമായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. ഇതൊന്നും കിട്ടാതെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ 2000 താങ്കൾ പറഞ്ഞു വരുന്ന തീരുമാനങ്ങൾ നല്ലതായി എന്നാണ്. അത് ഈ കുടിശ്ശികകൾ കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്ത ആ തീരുമാനം സർക്കാരിന്റെ തീരുമാനം നല്ലതായി എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ 2016 600 ആണല്ലോ കൊടുത്തത്. 2025 ആകുമ്പോഴത്തേക്കും 600 എന്നുള്ളത് ഇപ്പോഴത്തെ വില സൂചിക അനുസരിച്ച് നിങ്ങൾ 3000, 4000, 5000 കൊടുക്കണമെന്നേ. കാരണം അതുപോലെ വിലവർദ്ധനവ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഇപ്പൊ കൊടുത്തിരിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടും CPI കഴിഞ്ഞ 29-ാം തീയതി മന്ത്രിസഭയ്ക്ക് നേരെ എന്താ പറഞ്ഞ മന്ത്രിസഭയ്ക്ക് മുകളിൽ ഉണ്ടാക്കിയ പ്രഹരം അതിനെ ഒന്ന് ലഘൂകരിക്കുന്നതിനും വേണ്ടി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നല്ലതാണ്. പക്ഷേ നാളിതുവരെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഏത് പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ പ്രകടന പത്രികയെക്കുറിച്ച് UDFന്റെ ഈ പറഞ്ഞ് അവസാനിപ്പിച്ച വാചകം ശ്രീ അരുൺകുമാർ ശ്രദ്ധിച്ചാണ്. പ്രകടന പത്രികയിൽ ഏത് നടപ്പാക്കി എന്നത് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന ഒരു ആലോചന UDFന് കേരളത്തിലെ LDF സർക്കാരുമായി ബന്ധപ്പെട്ട് 16, 21, 21, 26 സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വാദം ഉന്നയിക്കാനെങ്കിലും കഴിയുന്ന കാര്യമാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തുക വർദ്ധിപ്പിച്ചത് നല്ലതാണ്, പക്ഷേ അത് കബളിപ്പിക്കലാണ്. തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ്, അടുത്ത സർക്കാരിൻ്റെ തലയിലിടാനാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇങ്ങനെ പല തരത്തിലാണ് UDF നേതാക്കൾ, വിശേഷിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിൽ സംസാരിച്ചത്, ഇതിൽ കമൻ്റ് ചെയ്തത്. പ്രതിപക്ഷത്തിന് ഇന്നലെ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ അത് ഒന്ന് മാത്രമല്ല, നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളുണ്ട്. ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫോക്കസ് ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് മുമ്പിൽ കൺസ്ട്രക്റ്റീവായ ഒരു ക്രിറ്റിസിസമോ അഭിപ്രായമോ പങ്കുവെക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അരുൺകുമാർ. ശരത്തെ, ഈ പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറത്തിറക്കും. എന്നാൽ അത് കൃത്യമായി നടപ്പാക്കാനുള്ളതാണ്, അത് നടപ്പാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് എന്നൊരു പുതിയ സംസ്കാരം ഈ കേരളത്തിൽ മാത്രമാണ് രാജ്യത്താകെ എടുത്ത് പരിശോധിച്ചാൽ നടപ്പിലായതെന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രകടന പത്രികയിൽ പലതും പറയും, അതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ, നടപ്പാക്കേണ്ട കാര്യമാണോ എന്ന് ആദ്യം കേരളത്തോട് ചോദിച്ചത് BJPയുടെ നേതാവ് ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. അതിനുശേഷം പല കോൺഗ്രസ് നേതാക്കന്മാരും അത് ആവർത്തിച്ചു. ഇവിടെ തന്നെ 2 ദിവസം മുമ്പ് പെൻഷൻ വർദ്ധിക്കും എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മര്യാദകേടല്ലേ എന്നാണ് ചോദിച്ചത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ KPCCയുടെ പ്രസിഡന്റും പറയുന്നു ഇത് വലിയ തന്ത്രമാണ്, കുതന്ത്രമാണ് എന്നൊക്കെ പറയുക.
പക്ഷേ ഒരു 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ആ 5 കൊല്ലത്തിനിടയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നത്. അത് പരിശോധിച്ചിട്ടാണല്ലോ ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്നത്. ഇപ്പം 600 കാര്യങ്ങളാണ് 2016 തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മുന്നിൽ വച്ചത്. അത് ജനങ്ങൾ അംഗീകരിച്ചു. 91 സീറ്റ് കിട്ടി LDFന്. ആ 91 സീറ്റ് കിട്ടി അധികാരത്തിൽ വന്ന LDF 550 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ബാക്കി 20 കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണ് എന്ന് 5 വർഷങ്ങളായി കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അത് ജനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഗവൺമെൻറ് കൊള്ളാലോ, തുടരട്ടെ എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച തന്നു. 91 സീറ്റിൽ നിന്ന് 99ആയി മാറി. അതുപോലെ 42% വോട്ടിൽ നിന്ന് കൃത്യമായി 45.3% വോട്ട് കൂടുതൽ തരുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും 900 കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 14 ജില്ലയിലും സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് തന്നെയാണ് പ്രകടന പത്രിക ഉണ്ടാക്കിയത്. ഇപ്പം 2ാം പിണറായി സർക്കാർ കഴിഞ്ഞ മെയ് മാസം 23-ന് 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. അതിൽ 739 കാര്യങ്ങൾ പൂർത്തീകരിച്ചതായിട്ടാണ് ജനങ്ങളെ അറിയിച്ചത്. ഇപ്പോൾ 6 മാസം കൂടിയുണ്ട്. കൂടുതൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി. നമ്മൾ ആദ്യം ചർച്ച ചെയ്തു. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് മികച്ച വിദ്യാഭ്യാസം, ഉറപ്പാണ് ജനക്ഷേമം, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് കരുതലുള്ള ഭരണം, ഉറപ്പാണ് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത, ഉറപ്പാണ് ആരോഗ്യ സുരക്ഷ, ഉറപ്പാണ് പാർപ്പിടം, ഉറപ്പാണ് പവർക്കെട്ട് രഹിത കേരളം, ഉറപ്പാണ് കായിക പുരോഗതി. ഈ 10 ഹെഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി കൃത്യമായി നടപ്പാക്കുന്നു. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, നിങ്ങൾ പറഞ്ഞിട്ട് ഇന്നത് ഇതുവരെ നടപ്പാക്കിയില്ല, ഇനിയുണ്ടല്ലോ 6 മാസം നടപ്പാക്കും. ഇപ്പോൾ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ. എന്താ പലരും പറഞ്ഞു ഇതൊക്കെ നടക്കണ കാര്യമാണോ? ഇവിടെ 32 ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുക. അപ്പോൾ 62 ലക്ഷം പേർക്ക് ഓൾറെഡി സാമൂഹ്യക്ഷേമ പെൻഷൻ ഉണ്ട്. അപ്പോൾ 96 ലക്ഷമായി. അതുപോലെ തന്നെ യുവജനങ്ങൾ ഇവിടെ നോളജ് മിഷന്റെ ഭാഗമായി തൊഴിലിന് കണക്റ്റീവ് വർക്കിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരികൾക്ക് 5 ലക്ഷം പേർക്ക് 1000 രൂപ വീതം മാസം കൊടുക്കുക. അത് 5 ലക്ഷം. അപ്പോൾ 1 കോടിക്ക് അപ്പുറത്തായി. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി മനസ്സിലാക്കേണ്ടത് 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ കേരളത്തിൽ 2.5 കോടിയുള്ളൂ. ആ 2.5 കോടിയിൽ 1 കോടി 5 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുകയാണ്. ഇത്രയധികം കരുതലുള്ള ഒരു ഗവൺമെൻറ് എവിടെയാണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രചരണമായിട്ട് UDF ഇറങ്ങിയിട്ടുണ്ട്. 1980-ൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊണ്ടുവന്നത് LDF ഗവൺമെൻറ് 45 രൂപ, 87-ൽ അത് 60 രൂപയാക്കി മാറ്റി, 96-ൽ അത് 120 രൂപയാക്കി മാറ്റി, 2006-ൽ അത് 500 രൂപയാക്കി മാറ്റി. ആ 2011 മുതൽ 16 വരെ ഭരിച്ച UDF ഗവൺമെൻറ് 500 എന്നുള്ളത് 100 രൂപ കൂട്ടി 600 ആക്കി. ഇപ്പോൾ 2016-ൽ 600 എന്നുള്ളത് 1600 ആക്കി മാറ്റി, ഇപ്പോൾ 2000 ആക്കി മാറ്റി. അതായത് ഈ കേരളത്തിലെ 64 ലക്ഷം കർഷക തൊഴിലാളികൾക്ക് 2000 രൂപ വീതം ഈ നവംബർ മാസം കിട്ടുമ്പോൾ നിങ്ങളുടെ സംഭാവന വെറും 100 രൂപ മാത്രമാണ്. അത് UDF ഗവൺമെൻറ് പോകുമ്പോൾ 18 മാസം കുടിശ്ശികയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. 2014 നവംബർ മുതൽ 18 മാസം നിങ്ങൾ കുടിശ്ശികയായിരുന്നു. അതിൻ്റെ എല്ലാ രേഖയും ഞാൻ അയച്ചു തരാം. എന്നിട്ട് UDFന്റെ കൺവീനറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കാര്യം കൂടി അത്രയും പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം വെല്ലുവിളിക്കുന്നു ധനകാര്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ 18 മാസത്തെ കുടിശ്ശിക എന്നതിൽ. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കില്ല. അവരാരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞങ്ങ് നടന്നു പോകും. പക്ഷേ ആ ചലഞ്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മുമ്പ് തന്നെ ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതിലൊരു വസ്തുത മാത്രവുമല്ല, ഈ കാലത്ത് ആളുകൾ അതൊന്നും ഈ 2000 കയ്യിൽ കിട്ടുന്ന മനുഷ്യർ അതിൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും ആശ്വാസത്തിലുമാണ്. അല്ലാതെ മുമ്പുണ്ടായ ഈ കുടിശ്ശികയുടെയോ അല്ലെങ്കിൽ 100 രൂപ മാത്രം കൂട്ടിയതിൻ്റെ അന്നത്തെ വലിയ കുടിശ്ശികയെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല. പക്ഷേ ഇപ്പോഴും അത് വാദിക്കാൻ ശ്രമിക്കുകയാണ്. ആ ചലഞ്ച് എങ്ങനെ ഏറ്റെടുക്കുമോ LDF? ഏറ്റെടുക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയും ഡിബേറ്റും വേണമെന്ന്. ഞാനിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചാനലിൽ നിന്നാണ് വരുന്നത്. അവിടെയും ഇതേപോലെ ചോദ്യം ചോദിച്ചു. കൃത്യമായി പറഞ്ഞു, ഡേറ്റ്, സമയം നിങ്ങൾ നിശ്ചയിച്ചോ, സ്ഥലം നിങ്ങൾ നിശ്ചയിച്ചോ, എവിടെ വേണമെങ്കിലും വരാം. UDF എന്താണ് 5 കൊല്ലം ചെയ്തത്, LDF എന്താണ് ചെയ്തത്, കൃത്യമായി ഡിബേറ്റ് നടത്താം. ഒരു സംശയം വേണ്ട അതിൽ. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വെല്ലുവിളിച്ചല്ലോ, കൃത്യമായി വസ്തുതയുണ്ടല്ലോ. അപ്പോൾ നിയമസഭയിൽ തന്നെ എത്രയോ രേഖകളുണ്ട്, കൃത്യമായി ഗവൺമെൻറ് സംവിധാനത്തിൽ രേഖയുണ്ട്. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. UDFന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ LDFന് ചെയ്യുന്നു. ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, ജനങ്ങളുടെ അഭിപ്രായം തേടുന്നു, ജനങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം നവകേരള യാത്ര എത്രയോ കളിയാക്കി ഇവർ. ആ ബസ് ഈ ബസ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ കളിയാക്കി. ഈ നവകേരള സദസ്സിൽ നടത്തിയ യാത്രയുടെ ഭാഗമായി ജനങ്ങളുടെ പരാതി കിട്ടി ഓരോ ജില്ലയിലും
10,000 കോടി രൂപയിലധികം മുടക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ പരസ്യം വന്നില്ലേ, ഓരോ മണ്ഡലത്തിലും ചെലവഴിച്ച പണത്തെക്കുറിച്ച്, ഓരോ മണ്ഡലത്തിലും നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ച്. ഏതെങ്കിലും UDF MLA മാർ അതിനുശേഷം പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? എല്ലാം പോട്ടെ. ഈ കഴിഞ്ഞ ഓണം, ശരത്തിന് ഓർമ്മയുണ്ടാവും, ആ ഓണം ഇവിടെ സപ്ലൈകോ അടച്ചുപൂട്ടും, അതുപോലെ തന്നെ ട്രഷറികൾ അടച്ചുപൂട്ടും, അതുപോലെ പെൻഷൻ കുടിശ്ശികയാകും. ഈ ഓണം മറക്കാൻ ആഗ്രഹിക്കുന്ന ഓണമായിരിക്കും എന്ന് പ്രചരിപ്പിച്ചതാണ് ഈ കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ. 21,000 കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് ഗവൺമെന്റ് ചെലവഴിച്ചത്. ഈ പറവൂര് സപ്ലൈകോയുടെ മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച എന്താണെന്നറിയോ? ഇതുപോലെ സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന്. പിറ്റേ ദിവസം നിയമസഭയിൽ പോയി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ട് ഇവിടെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, താങ്കൾ തന്നെയല്ലേ ഈ പ്രസംഗിച്ചത് ഇത്രയും സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞതിനെ കുറിച്ച്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ വിളക്ക് വെച്ചേ ഉള്ളൂ, പ്രസംഗിച്ചില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു ഭക്ഷ്യമന്ത്രി. അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ മാറുകയാണ്. കാരണം ഈ യാഥാർത്ഥ്യം കണ്ടിട്ട് അവർക്ക് സഹിക്കുന്നില്ല. അതുപോലെ ഒരു ട്രഷറിയും ഇതുവരെ അടച്ചുപൂട്ടിയില്ല. അതുപോലെ തന്നെ കൃത്യമായി ജനങ്ങൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങൾ കിട്ടി. അപ്പോൾ പശ്ചാത്തല വികസനം, അതുപോലെ തന്നെ വൻകിട പദ്ധതികൾ, വികസന പദ്ധതികൾ, സാമൂഹ്യക്ഷേമം, വാക്കുകൾ കൃത്യമായി പാലിച്ച് ജനങ്ങൾക്ക് പ്രകടന പത്രിക ആധാരമാക്കി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ കുറെ നുണപ്രചരണമായിട്ട് UDF ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരിടാനുള്ള കരുത്ത് കേരളത്തിൽ ജനങ്ങൾക്കുണ്ട്. കാരണം ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെല്ലാം അതിജീവിച്ചിട്ടാണ് അവർ LDF-ന് ഭരണ തുടർച്ച നൽകിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്ന പൊതുവിദ്യാഭ്യാസം അവസാനിപ്പിക്കും, ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇവരോട് ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞത്. ഇവിടെ പ്രേംകുമാർ, ഞാൻ ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്, എങ്കിലും ഒന്നുകൂടി സ്പെസിഫിക് ആയതിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ഒരു വൃദ്ധമാതാവ് ഇന്ന് ഈ വലിയ സാമ്പത്തിക സഹായം വന്ന ഘട്ടത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ സെൻസിബിളാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരുപാട് ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കമൻറ്റ് വരുന്നതോടുകൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ കാര്യങ്ങളിലുള്ളൊരു പൊസിഷൻ എന്ന നിലയിൽ നമ്മൾ അതിനെ എടുക്കേണ്ടത്. മുൻ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞിരുന്നു, എങ്കിൽ പോലും അതിരിക്കട്ടെ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് കണ്ട സ്ഥിതിക്ക് ആ വൃദ്ധമാതാവ് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ പ്രേംകുമാറിലേക്ക് വരാം. പൂർത്തിയാക്കി ഒന്നും പറയാനില്ല, നല്ല അഭിപ്രായമേ ഉള്ളൂ. ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെയാണ്. അവർ ഇന്നിപ്പോൾ ബായത്തന്മാരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ നടക്കാം. പെൻഷൻ കൊണ്ട് ആസ്പത്രിയിലും ജീവിതത്തിലും ഒരാൾക്ക് കുമ്പിടാതെ ജീവിക്കുന്ന ഒരു കാലം ഇപ്പം നമ്മൾ ഈ ഗവൺമെൻറ് ആക്കി തീർത്ത്. പ്രേംകുമാർ, ഒരാളുടെ മുമ്പിൽ കുമ്പിടാതെ വളരെ ആത്മവിശ്വാസത്തോടെ വയസ്സന്മാരായി തന്നെ ജീവിക്കാം എന്നവർ പറയുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷം ഇതിനെയൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലുണ്ട്. ജനങ്ങളുടെ ഒരു ജീവിതത്തെയും അവരുടെ ജീവിത വീക്ഷണത്തെയും ഒരു സർക്കാർ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ എതിർത്തും അംഗീകരിക്കാതെ നിൽക്കുന്ന പ്രതിപക്ഷവും പക്ഷേ സമീപനം എങ്ങനെ വേണമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രതിപക്ഷ നേതാവിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? അദ്ദേഹം എവിടെ എന്ത് അവതരിപ്പിച്ചാലും പറഞ്ഞാലും അതിലെല്ലാം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്ന വിധത്തിലേക്ക് തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം അരുൺ സൂചിപ്പിച്ചു. ഇന്നടക്കം സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഓർത്തുപോകും. ഓണത്തിൻ്റെ കാലത്തൊക്കെ ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സപ്ലൈകോ ചെയ്ത ഒരു നാട്ടിനെക്കുറിച്ചാണോ പ്രതിപക്ഷ നേതാവെ നിങ്ങൾ ഈ പറയുന്നത് എന്ന് യഥാർത്ഥത്തിൽ തോന്നിപ്പോയി. അപ്പോൾ സാമൂഹ്യ അവസ്ഥകളും ജനജീവിതവും അതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ കഴിയാത്ത വിധം പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിനെ? പ്രേംകുമാർ, അതായത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരാളായിരുന്നാലും പ്രസ്ഥാനമായിരുന്നാലും അവരുടെ ശരിക്കുള്ള മനസ്സിലിരിപ്പ് വെളിവാകുക ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നാണ്. അതായത് രമേശ് ചെന്നിത്തലയായിരുന്നാലും VD സതീശനായിരുന്നാലും ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തെ പറ്റി പറയുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഞങ്ങളുടെ തലയിലിടാനാണെന്നാണ്. നോക്കൂ, ഉപയോഗിക്കുന്ന വാക്ക് തലയിലിടാനെന്നാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണിച്ച ആ എന്താ പറയാ വയോധികയുടെ ആ ഒരു വല്ലാത്ത ബാധ്യത ഫീലിലാണ് സംസാരിക്കുന്നത്. വിഷമം ഉണ്ടാക്കുന്നതാണത്. അടുത്ത സർക്കാരിന്റെ തലയിൽ ഇടാനാണെന്ന് എന്തൊരു വലിയ ബാധ്യത. അതാണ് വല്ലാതെ അലട്ടുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സത്യത്തിൽ. അതെ, അതായത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, ഇങ്ങനെ അതായത് എന്താ പറയാ ജോലി ചെയ്യാതിരിക്കുന്ന വിത്തിൻ കോട്സ് ജോലി ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് ഒരു തലവേദനയായിട്ടാണ് അവർ കാണുന്നത്. തലവേദനയായിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് പിണറായി വിജയൻ ഇതൊരു തലവേദന എടുത്തിട്ട് ഞങ്ങളുടെ തലയിലേക്ക് ഇടുകയാണ്. അല്ലാതെ ഇവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമായിട്ടല്ല ഇതിനെ കാണുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം.
വളരെ 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 ആളുകളെ മുഴുവൻ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും, ഭയങ്കര പ്രഖ്യാപനങ്ങൾ. ഇത് പോട്ടെ, സർക്കാരാവുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ പിന്നെയും പറയാൻ കേട്ടോ, വയനാട്ടിലെ ആ വീടുകളെ പറ്റിയിട്ട് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്ന വർത്താനം കേട്ടാലുണ്ടല്ലോ, അയാൾ പറയണത് എന്താണെന്നറിയോ? ഞങ്ങൾ പ്രഖ്യാപിച്ചു, അപ്പൊ ഞങ്ങൾ വിചാരിച്ച സർക്കാർ ഭൂമി തരുമെന്നായിരുന്നു, പിന്നെ മനസ്സിലായി സർക്കാർ ഭൂമി തരുന്നില്ല എന്ന്. അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു? രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയുടെ 100 വീടുകളുടെ കൂട്ടത്തിൽ 30 വീട് കൂട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ 100 വീട് എവിടെ? ഇല്ല. രാഹുൽ ഗാന്ധിയുടെ 100 വീടില്ല. അപ്പൊ പിന്നെ ഞങ്ങളെ 30 വീടും ഇല്ല. എന്നിട്ട് പറയാണ് ധനസമാഹരണം ഞങ്ങൾ നടത്തിയിട്ടില്ല, ഞങ്ങൾ ബിരിയാണി ചാലഞ്ചിലൂടെ പൈസ പിരിച്ചിട്ടേ ഉള്ളൂ. ബിരിയാണി ചാലഞ്ചിലൂടെ പൈസ പിരിക്കുക എന്ന് പറഞ്ഞാൽ ധനസമാഹരണമല്ലേ? എന്നിട്ട് വളരെ കൂളായിട്ട് പറഞ്ഞു പോവാണ്. കെ സി വേണുഗോപാൽ ഇതിനെപ്പറ്റി പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണെന്നാ പറഞ്ഞത്. ക്ഷേമ പെൻഷനുകൾ എന്നുള്ളതിനോട് പൊളിറ്റിക്കലി UDF-ഉം കോൺഗ്രസും എതിരാണെന്നേ. അവർക്ക് സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ട രീതിയിൽ ഇതിനെ ഉപയോഗിക്കാന്നല്ലാതെ ഇത് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അതുകൊണ്ടാണ് കുടിശ്ശികയാക്കുന്നതും സർക്കാരിന്റെ പ്രയോറിറ്റി, പാർട്ടിയുടെ പ്രയോറിറ്റിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി LDF സർക്കാർ പോലും ഇത് വെറുതെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ 2022 ഇവിടുത്തെ തനത് റവന്യൂ വരുമാനം എന്നുള്ളത് 68,000 കോടി രൂപയായിരുന്നു. 2026 എക്സ്പെക്ട് ചെയ്യുന്നത് 1,10,000 കോടി രൂപയാണ്. ഏകദേശം ഇരട്ടിയായിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് 600 രൂപയിൽ നിന്ന് പെൻഷൻ 2,000 രൂപയാക്കുന്നത്. ഇത് കൊടുക്കാനുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. എവിടുന്ന് എടുത്തു കൊടുക്കും എന്നുള്ള കൃത്യമായ ധാരണയോടെയാണ് ഈ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവരുണ്ടാക്കുന്ന മറ്റൊരു കുത്തിത്തിരിപ്പ് എന്താണെന്നറിയോ? മിഡിൽ ക്ലാസിന്റെ ടാക്സിൽ നിന്നാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ശമ്പളത്തിൽ നിന്നാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സൗകര്യങ്ങളിൽ നിന്നാണ് ഈ പൈസ എടുത്ത് കൊടുക്കുന്നതെന്നാ. പക്ഷെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ, കടം എഴുതി തള്ളുമ്പോൾ, ഇവൻ സർക്കാരിന്റെ പരസ്യം കൊടുക്കുമ്പോൾ പോലും ഒരു കോൺഗ്രസ് നേതാവും ഒരു ബുദ്ധിജീവി ഇങ്ങനെ പറയില്ല ഈ പൈസ സാധാരണക്കാരുടേതാണെന്നുള്ളത്. നോക്കൂ, സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിലുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവരെ സഹായിക്കാനുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സാധനം ഇവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. ഇവർ ഇതിനെ ഇലക്ഷൻ ഗിമ്മിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. കർണാടകയിലെ സർക്കാർ ആ ഇലക്ഷന് മുന്നേ നടത്തിയ പ്രഖ്യാപനം, ആ ഉമ്മ പറഞ്ഞത് ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്, കേരളത്തിന്റെ മനസ്സാണ് എന്ന് പ്രേംകുമാർ കരുതുന്നുണ്ടോ? ഇപ്പുറത്തൊരു മനസ്സാണ് അതായത് 2,000 രൂപ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് ആളുകൾക്ക് നൽകുന്ന ഒരു അഭിമാനമുണ്ട്. ആ അഭിമാനമാണ് ഏറ്റവും പ്രധാനം. ഇനി ഒറ്റൊന്നും കൂടി, നമ്മുടെ മറിയച്ചേടത്തി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ. LDF ഭരിക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു 3-4 മാസം മുടങ്ങി എന്നുള്ളത്. കോൺഗ്രസ്സുകാർ ആ വീട് വെച്ചു കൊടുത്തത്. എന്നിട്ട് അവരെന്താ ചെയ്തത്? ആ കോൺഗ്രസ്സുകാർ എരപ്പാളികൾ, നാറികൾ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവരിപ്പോ BJP-യുടെ എന്താ പറയുക സ്ഥാനാർത്ഥിയാവാൻ പോവാന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോലും ഇവരുടെ കാപട്യം വെളിവാകുന്നു എന്നുള്ളതാണ് സത്യം. ഇവരുടെ കാപട്യം വെളിവാകുന്നു. നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് നടത്താൻ പറ്റിയില്ല, പിണറായി വിജയൻ നടത്തി. അപ്പൊ വന്നിട്ട് VD സതീശൻ പറയുന്നത് അറിയോ? നോക്കൂ, അതിന്റെ അകത്ത് 2 വീലർ ഓട്ടോറിക്ഷയെ അനുവദിക്കില്ല, എന്ത് റോഡാണ് ഇതെന്നാ പറയുന്നത്. ഇത് ഇന്ത്യ മുഴുവനുള്ള ഒരു സാധനമാണ്. ഇവർ കാര്യങ്ങളെ സമീപിക്കുന്ന, പറയുന്നതിന്റെ ഒരു ദയനീയമായ നിലവാരമില്ലായ്മയും കൂടി നമ്മൾ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇവിടെ സേനാപതി വേണു, ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരമുണ്ട്. കേരളത്തിലെ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവകാശവാദം എന്ന് തന്നെ ആവട്ടെ, സർക്കാർ ഒരു അവകാശവാദം ഉന്നയിച്ച് കാര്യങ്ങൾ ചെയ്തതാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ വെറുതെ എതിർക്കാൻ വേണ്ടി എതിർക്കുന്നതിനപ്പുറം നിങ്ങൾ എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നൊരു പാർട്ടിയാണ്. ഞങ്ങൾ ഭരിക്കുന്ന ഇന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ പിണറായി സർക്കാരിനേക്കാൾ മികവോടെ ഞങ്ങൾ ഈ ക്ഷേമ കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ഇതിലും കൂടിയ പെൻഷൻ കൊടുക്കുന്നു, ഞങ്ങൾ ആശമാർക്ക് ഇതിലും കൂടുതൽ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. തെലങ്കാനയിലെ, അതുപോലെ തന്നെ കർണാടകയിലെ എത്ര സർക്കാരുണ്ട്? പണ്ടത്തെ പോലൊന്നും ഇല്ലെങ്കിലും കുറച്ച് സർക്കാരുകളൊക്കെ ഇല്ലേ, സംസ്ഥാനങ്ങളില്ലേ? അപ്പോൾ ആ സർക്കാരുകളെ വെച്ച് പ്രതിപക്ഷ നേതാവിന് കേരളത്തെ താരതമ്യം ചെയ്ത് കേരളത്തിലെ സർക്കാരിനേക്കാൾ മികവ് കോൺഗ്രസിൻ്റെ സർക്കാരുകളാണ് ഈ രാജ്യത്ത് എന്ന് പറയാൻ എന്തേ കഴിയാത്തത്? അങ്ങനെയല്ലേ നിങ്ങളുടെ വാദത്തിനൊരു ഗൗരവവും അതിനൊരു പ്രാധാന്യവും വരിക. അതൊന്നുമില്ലാതെയാണ് വർത്തമാനം പറയുന്നത്. പോട്ടെ, ഇനി ഒരു കാര്യം കൂടി. ശരിയാണ്, സാമ്പത്തിക ഞെരുക്കം ഉണ്ടായിട്ടുണ്ട്. ആ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാരണം സർക്കാർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നുവെങ്കിലും അതിനൊപ്പം നിന്നിട്ടില്ല. കേന്ദ്രമാണ് അതിലൊരു കീ ഫാക്ടറായി വന്നത്. ആ കുടിശ്ശികകൾ ഉണ്ടായി. നോക്കൂ, ആ കുടിശ്ശികകൾ അങ്ങനെ അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക്, പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്ത സർക്കാരിൻ്റെ തലയിലേക്ക് ഇടുകയാണോ ഈ സർക്കാർ ചെയ്തത്? ആ കുടിശ്ശികകൾ കൊടുത്തു തീർത്തുന്നേ. കഴിഞ്ഞ മാസം കൊടുത്തു തീർത്തു. ഒക്ടോബറിലെ പെൻഷൻ ഒക്ടോബർ 27 കൊടുത്തു. നവംബർ 1 മുതൽ 2,000 രൂപ കൊടുത്തു. അപ്പോൾ കുടിശ്ശിക കൊടുത്തു തീർത്ത് വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് പോയത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്കനുസരിച്ച്. അപ്പോൾ എങ്ങനെയാണത് കബളിപ്പിക്കലാവുന്നത്? കമ്മിറ്റ്മെൻറ്റ് ചെയ്യലല്ലേ, വാക്ക് പാലിക്കലല്ലേ അത്?
ശരത്തെ ഒരല്പം സമയം തരുമോ? തരാം കാരണം തരാം. നിങ്ങൾ മൂന്ന് മാർക്സിസ്റ്റുകാര് സംസാരിക്കുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്റെ കാര്യം ഇവിടെ പറയപ്പെട്ടില്ല എങ്കിൽ ഇവൻ മോശക്കാരനാണല്ലോ, ഇവൻ എന്തിന് ചർച്ചയ്ക്ക് വന്നു തോന്നിയത്. ഇല്ല അങ്ങനെ ഉണ്ടാവണ്ട. അല്ല, ഒന്ന് ശ്രീ പ്രേംകുമാറിനോട് പറയുന്നു, അങ്ങ് ഇടുക്കിയിൽ വരണം. ഇടുക്കിക്കാർക്ക് 18,000 കോടിയുടെ 3 പ്രഖ്യാപനം നടത്തിയ ഗവൺമെന്റ്, ഒന്നും രണ്ടും അല്ല, 18,000 കോടി രൂപയുടെ. വയനാടുകാർക്ക് 8,000 കോടി രൂപയുടെ. തീരദേശ വികസനത്തിന് വേണ്ടി 6,000 കോടി രൂപയുടെ. ഇതൊന്നും 1 രൂപ പോലും നെറ്റിയെ പോറാൻ ഒരാൾക്കും കൊടുത്തതായിട്ട് അറിയത്തില്ല. പ്രതിവർഷം ഈ ഗവൺമെന്റ് 20 ലക്ഷം തൊഴിലവസരങ്ങൾ പുതുതായിട്ട് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ട് 2,80,000 ആളുകളെ പിൻവാതിൽ നിയമനം നടത്തി എന്നുള്ളത് അങ്ങേക്കറിയാം. അങ്ങിപ്പോ പ്രതിപക്ഷ നേതാവിനെ വല്ലാതെ ആക്ഷേപിക്കുന്നു. പണ്ട് സി കേശവൻ പറഞ്ഞൊരു വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്നെക്കുറിച്ച് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല വാക്ക് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ കോൺഗ്രസിന് എന്തോ ദോഷം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. വി ഡി സതീശനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വി ഡി സതീശൻ നിങ്ങളുടെ പ്രവർത്തനത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ള. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഇവിടെ അങ്ങ് ഡിവൈഎഫ്ഐക്കാരൻ ഡിവൈഎഫ്ഐ എവിടെയാ പ്രേംകുമാർ സാറെ വീട് നിർമ്മിച്ചു കൊടുത്തത്? ഡിവൈഎഫ്ഐക്കാർ പറഞ്ഞ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പിരിക്കാൻ ഡിവൈഎഫ്ഐക്കാരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, ഡിവൈഎഫ്ഐക്കാർ വീട് വെച്ച് കൊടുക്കുന്നല്ലേ പറഞ്ഞത്. എവിടെയാ വീട് വെച്ച് കൊടുത്തത്? അത് പറയട്ടെ. അതിന് കണക്കില്ലല്ലോ. ഇവിടെ വയനാട്ടിൽ ഭൂമി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഭൂമി മേടിക്കാൻ വരുമ്പോൾ തോട്ടഭൂമിയാകുന്നു. ഞാൻ ചോദിക്കുന്നു, ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ വിട്, 702 കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ട്. വർഷം 1 കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ജൂൺ മാസം ജൂലൈ 30 കഴിഞ്ഞിട്ട് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 5 മാസം കൂടെ ആയില്ലേ? ഈ പാവപ്പെട്ടവന് 400 വീട് വെച്ച് കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയില്ലേ? ഈ ആളുകളെ എന്തിനാ ഇപ്പോഴും പെരുവഴിയിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഇട്ടിരിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ നമ്പർ വൺ ആരോഗ്യ മേഖല, ഡോക്ടറുടെ തലക്കിട്ട് വെട്ട് കിട്ടിയാൽ സാർ പോകുന്നത് മെഡിക്കൽ കോളേജിലല്ല, അവനെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ആശുപത്രിയില്ല. മെഡിക്കൽ കോളേജിൽ പോയാൽ സ്വാഹ, ആശുപത്രി പോയാൽ കൈമുറിച്ച് കളയും, അതല്ലേ സ്ഥിതിവിശേഷം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വയറിൻ്റെ അകത്ത് കത്രിക കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഈ രംഗം അതല്ലേ ഡോക്ടർ ഹാരിസ് ചിറക്കലൊക്കെ പറഞ്ഞത്. തൃശ്ശൂരിൽ എന്താ ഒരു ഡോക്ടർ പറഞ്ഞത്? ഇപ്പൊ ഇടുക്കി മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു നഴ്സിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വാർത്തകൾ ഞാനും ഒക്കെ കേൾക്കുന്നതല്ലേ. അവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? 127 വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ടോയ്ലറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേരളത്തെ കുറിച്ചാണല്ലോ പറയുന്നത്, വികസിത കേരളം, നമ്പർ 1 കേരളമാണല്ലോ. ഇവിടെ സാർ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ, വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ. അങ്ങ് മറിയക്കുട്ടിയെ പരിഹസിച്ചല്ലോ. മറിയക്കുട്ടിക്ക് ഇപ്പൊ ഞങ്ങൾ വീട് വെച്ച് കൊടുത്തല്ല പ്രശ്നം. മറിയക്കുട്ടി ഞങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ പിച്ചച്ചട്ടിയുമായിട്ട് ഇറങ്ങിയില്ലേ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ? എന്താ സാർ ഇറങ്ങാൻ കാരണം? നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നതല്ല ഗ്രൗണ്ട് റിയാലിറ്റി ഒരുപാട് വ്യത്യാസമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഭരണം തീരാൻ പോകുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ 6 ദിവസം മുമ്പ് എന്ത് പ്രഖ്യാപനങ്ങൾ നിങ്ങൾ നടത്തിക്കോ, ആ പ്രഖ്യാപനമൊന്നും ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ഇന്ന് ഞാൻ വേറൊരു ചാനൽ കഴിഞ്ഞിട്ട് വരികയാണ്, അവിടെ എഴുതി കാണിച്ച ഒന്ന് 68% ആളുകളും പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു സ്റ്റണ്ടാണ്. കാരണം ഇത് ആളുകൾ വിശ്വസിക്കത്തില്ല. ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നിൽക്കുന്നു. ഇവിടെ പ്രകടന പത്രിക നടപ്പിലാക്കിയത്, പദ്ധതികൾ നടപ്പിലാക്കിയതിനെ കുറിച്ചൊക്കെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അരുൺകുമാർ വാചാലനാകുന്നു. ആ അരുൺകുമാറിനോട് ഞാൻ പറയുന്നു, അരുൺകുമാറെ, ഈ നമ്മുടെ സ്കൂൾ കായികമേള കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുക, ഞങ്ങൾ 1ാം സ്ഥാനം കിട്ടിയ ഒരാളുടെ പേര് ദേവപ്രിയ, ഇടുക്കിക്കാരിയാണ്, CPM ആണ് വീട് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്ന, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കിയ ഈ സംസ്ഥാനത്ത് ദേവപ്രിയയ്ക്ക് എങ്ങനെയാ വീടില്ലാതെ വന്നത്? KS കേദാർനാഥ് മുണ്ടക്കയംകാരനാ, അവൻ ഹൈജമ്പിൽ ഫസ്റ്റ് കിട്ടിയതാ, അവന് വീടില്ല. എന്താ സ്ഥിതിവിശേഷം? കൊല്ലത്ത് കറണ്ട് അടിച്ച് ലൈഫ് പദ്ധതി അങ്ങനെ തുടരുന്നത്, ലൈഫ് പദ്ധതി പൂർണ്ണമായി ഭൗതിക യാഥാർത്ഥ്യങ്ങൾ ശരത്തെ ഒരുപാട് വ്യത്യാസമാണ്. കൊല്ലത്ത് കറണ്ട് അടിച്ച് മരിച്ച കുട്ടിയുടെ മൃതശരീരവുമായിട്ട് ചെല്ലുമ്പോഴാണ് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ വീട്ടിലാ കിടക്കുന്നത്. ഞാൻ ഡോക്ടർ PK ഗോപൻ അന്ന് ചർച്ചയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഗോപനോട് ചോദിച്ചു, നിങ്ങളുടെ കോർപ്പറേഷൻ അതിർത്തിയിൽ വരുന്നിടത്താണല്ലോ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കുറിച്ച് എന്തിനാ ശിവൻകുട്ടി എന്താ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്? ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പൈസ മേടിക്കാനായിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത്. അപ്പൊ പൈസ മേടിക്കാനായിട്ട് ഒപ്പിട്ട് കൊടുക്കാമല്ലോ. മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങൾ പദ്ധതികൾ ആരുടെ പദ്ധതികളാ? ആ പദ്ധതി നടപ്പിലാക്കേണ്ടത് കേരളത്തിലെ LDF ഗവൺമെന്റ് അല്ല, അത് യോഗി ആദിത്യനാഥ് നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. ആ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നു. അപ്പോ ഇവിടെ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്, ശരത്തെ, നിങ്ങൾ എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും കഴിഞ്ഞ 4.5 കൊല്ലക്കാലത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലെ അനുഭവങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനുഭവമുണ്ട്, അംഗൻവാടിക്കാരുടെ അനുഭവമുണ്ട്, ആശാവർക്കർമാരുടെ അനുഭവമുണ്ട്, പാചകത്തൊഴിലാളികളുടെ അനുഭവമുണ്ട്. ആ അനുഭവങ്ങളെ എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്
എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ശ്രീ ശരത്. ഏതായാലും ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ താങ്കൾക്ക് പറയാനും പറഞ്ഞ് പൂർണ്ണമായി അവതരിപ്പിച്ച് വെക്കാനും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങിയതെന്ന് പറയട്ടെ. എങ്കിലും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പിന്നീട് മറുപടി എപ്പോഴെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ. അതായത് ഞാൻ ഇടുക്കിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തത്, ഈ ഐക്യകേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പട്ടയം കിട്ടിയ ഒരു കാലം, അതുപോലെ ഭൂപതിവ് ചട്ടത്തിൽ ചരിത്രപരമായ ഭേദഗതിയുടെ കാലം, ഇങ്ങനെയൊക്കെ ചിലത് ഇടുക്കിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തുപോയി. ഇല്ല എനിക്ക് എൻ്റെ ചോദ്യം അതിലില്ല, ഞാനത് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അത് വരും, താങ്കൾ ഓർത്തോളൂ. പക്ഷേ എനിക്കത് പറയാൻ റൈറ്റ് ഉണ്ട്, എന്താണെന്നറിയോ? ആയിക്കോട്ടെ, ശരി ശരി. ഏതായാലും ഇടുക്കി അടക്കം മലയോരം വളരെ ആവേശത്തോടെ സ്വീകരിച്ച ഒരു അനുഭവത്തിലാണ് കേരളം നിൽക്കുന്നത്. എന്തുവാവട്ടെ, താങ്കൾക്ക് അഭിപ്രായം ഉണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ അടുത്ത തവണ ആയിക്കോളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഇത്രയും പറഞ്ഞിട്ട് താങ്കൾ വന്നില്ല. ഞാൻ പറഞ്ഞെന്താണ്, പ്രതിപക്ഷ നേതാവിന് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി കേരളവുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെക്കാൾ നന്നായിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യാൻ അറിയാൻ ചെയ്തിരിക്കുന്നു എന്ന് ഒരു ഉദാഹരണം പോലും പറഞ്ഞില്ല എന്നേ പറഞ്ഞുള്ളൂ. പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ. അതായത് കർണാടകത്തിൽ കേരളത്തിൽ പെട്രോളിനും ഡീസലിനും 2 രൂപ നമ്മൾ സെസ് വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷന് വേണ്ടി. കർണാടകത്തിൽ ഞങ്ങൾ ഇവിടത്തെക്കാളും ഇപ്പോ പെട്രോളിന് ഞാൻ മനസ്സിലാക്കുന്നത് 6 രൂപയും ഡീസലിന് 8 രൂപയുടെയും വ്യത്യാസം, സബ്ജക്ട് ടു കറക്ഷൻ എമൗണ്ടിന്റെ കാര്യം. ഞങ്ങൾ അവിടെ 2000 രൂപയാണ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്നത്. അതാണ് തെലുങ്കാനയിലും ചെയ്തിരിക്കുന്നത്. തെലുങ്കാനയിൽ ഒരു കാര്യം കൂടി ഉണ്ട്, അവിടുത്തെ തെലുങ്കാന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്രയാണ്. ഏതാണ്ട് കർണാടകത്തിലും അതിനെക്കുറിച്ചുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു വന്നിരിക്കും. പക്ഷേ ഞാൻ ചോദിച്ചതാണ്, ഇപ്പൊ സേനാപതി വേണു ഇത്രയെങ്കിലും പറയാൻ, ഇത്രയൊക്കെ ആവേശം ഉണ്ടെങ്കിൽ ഇത് പറയണ്ടേ? പ്രതിപക്ഷ നേതാവ് ഈ നിലയിൽ ഒന്നും ഒരു സ്ട്രാറ്റജി എടുത്തില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ അത് കുറെ കൂടി ശരിയായി. രണ്ടാമത്തെ ഞാൻ വരാം അരുണിന്റെ അവസരം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ പ്രതിമാസം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യമായ യാത്ര. അത് ഞാൻ പറഞ്ഞത്, അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമ്പോഴും ഒരു സമൂഹത്തെ ആകെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷൻ ഈ വിധത്തിൽ ഏത് സംസ്ഥാനത്ത് കേരളത്തെ മറികടന്ന് കൊടുക്കാൻ കഴിയുന്നു? ആശമാർക്ക് കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കുന്നുണ്ടോ? നെല്ലിന് കേരളം ഇപ്പോൾ കൊടുത്ത നിലയിലേക്ക് ഏറ്റവും ഉയർന്ന വില കിട്ടുന്ന ഏത് കോൺഗ്രസ് സംസ്ഥാനമുണ്ട്? അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ അവതരിപ്പിച്ചു വെക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ അരുണിനോട് ചോദിക്കുന്നുള്ളൂ, അത് വളരെ പ്രധാനവുമാണ്. സേനാപതി വേണു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സർ, നിങ്ങളിതെല്ലാം ചെയ്താലും ഗ്രൗണ്ട് റിയാലിറ്റി വേറെയാണ്, അതുകൊണ്ട് നിങ്ങളിതൊക്കെ ചെയ്തോളൂ. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി വേറെയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രക്സ്. എന്തു മറുപടി? അല്ല, ഇത് തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDFിൻ്റെ നേതാക്കന്മാർ പറഞ്ഞതും പ്രസംഗിച്ചതും. ഇപ്പം കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. മിസ്റ്റർ സേനാപതിക്ക് അത് അറിയാമല്ലോ. ആരാണോ കേരളം ഭരിക്കുന്നത് അതേ മുന്നണിക്ക് വിരുദ്ധമായിട്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കൂ. കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ CPM ആയിരിക്കും, LDF ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. LDF ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് UDF ആയിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. അതായിരുന്നു ചരിത്രം. പക്ഷേ 2020 ഡിസംബർ മാസം 16 കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അങ്ങക്കറിയാലോ, 6 കോർപ്പറേഷനിൽ 5 LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF, 946 ഗ്രാമപഞ്ചായത്തിൽ 601 ഗ്രാമപഞ്ചായത്ത് LDF, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ആധികാരികമായിട്ടുള്ള വിജയ LDF. 5 തലത്തിലേക്കും LDF വിജയിക്കാൻ എന്താ കാരണം? നിങ്ങൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞങ്ങ് പോയി. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലായി. ചരിത്രം സൃഷ്ടിക്കുന്ന LDF ആണ്. അതുകൊണ്ട് ചരിത്രം അവർ ആദ്യം തിരുത്തി എഴുതി 2020 ഡിസംബർ 16. പിന്നെ രണ്ടാമത് അവർ ചരിത്രം തിരുത്തി എഴുതി 2021 ഏപ്രിൽ മാസത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഏത് ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച LDFന് കൊടുത്തു. ഞങ്ങൾ ജീവിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ്. അവർക്ക് കൊടുത്ത ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾ നിർവഹിച്ച് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്, അവരുടെ കണ്ണീരൊപ്പുകയാണ്. താങ്കൾക്ക് ഓർമ്മയില്ലേ, എത്രയോ പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മളെ വേട്ടയാടിയേ? നിപ വൈറസ്, ഓക്കി ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം. ഒരു 7 വർഷം മുമ്പ് പ്രളയം നടന്ന നാടാണ് നമ്മുടെ നാട് എന്ന് ആരെങ്കിലും പറയാൻ കഴിയുമോ? ഓർത്തെടുക്കാൻ കഴിയുമോ? റോഡുകളും വീടുകളും അതുപോലെ സ്കൂളുകളും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാം പുനർനിർമ്മാണം എത്ര പെട്ടെന്നാണ് നമ്മൾ പൂർത്തീകരിച്ചത്. കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധിയെ എത്ര ഗംഭീരമായി നമ്മൾ അതിജീവിച്ചു.
പലരും പറഞ്ഞില്ലേ ഈ കേരളത്തിൻ്റെ മോഡലിനെ ദേശീയ തലത്തിൽ ഇൻ്റർനാഷണൽ തലത്തിൽ കൃത്യമായി അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇപ്പം ഈ നാടിനെ പുനർനിർമ്മിക്കാൻ നമ്മൾ നടത്തിയ ഇടപെടൽ അതുതന്നെയാണ് ചൂരൽമല മുണ്ടക്കൈ. അങ്ങ് ചോദിക്കുക വീടെന്തേ നിർമ്മിച്ചു കൊടുക്കാത്തത്? 700 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലില്ലേ? ഉണ്ട്. ഇപ്പം കൃത്യമായി കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും ഈ നാട്ടിലെ ഉമ്മമാരും കുട്ടികളും ഒക്കെ കൊടുത്ത പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ 525 പേർക്ക് വീട് നിർമ്മാണം ഈ മാർച്ചിൽ പൂർത്തീകരിക്കുന്നത്. 150 വീടുകളുടെ വാർക്ക പൂർത്തീകരിച്ചു. നിങ്ങൾ പിരിച്ച പണം എന്തിയെ? കോൺഗ്രസ് 1000 വീട് പറഞ്ഞു ആദ്യം മൊത്തം കേരളത്തിൽ, പിന്നെ 100 വീടായി, 30 വീടായി. യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചു. ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കാൻ, ഒരു വീടിന് കല്ലിടാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയോ? നിങ്ങളിപ്പോഴും LDFനെ കുറ്റം പറയാൻ, CPMനെ കുറ്റം പറയാൻ കാത്തു നിൽക്കുകയാണ്. വീട് വീടാന്തരം കയറിയിറങ്ങി പൊതുച്ചോറുകൾ കളക്ട് ചെയ്ത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന 10,000 രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും ഞങ്ങൾ ഒരു നേരത്തെ ആശ്വാസം എന്ന രൂപത്തിൽ ആ കൃത്യമായിട്ട് പൊതുച്ചോറ് വിതരണം ചെയ്യുന്നു. ആ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർ ഒന്നോടെ നിൽക്കും. കാരണം ഒരു പൊതിയോടെ കിട്ടിയാൽ അത്താഴത്തിന് അത് ആശ്വാസമാകുമല്ലോ, രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും അത് കഴിക്കാമല്ലോ. ആ പൊതുച്ചോറിൻ്റെ പിന്നിൽ അനാശാസ്യമാണെന്ന് പ്രസംഗിച്ചു നിങ്ങളുടെ നേതാവ്. ആ നേതാവിനെ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ അനാശ്വാസത്തിൻ്റെ പേരിൽ കയ്യോടെ പിടികൂടി പുറത്താക്കിയപ്പോൾ ആ വാർത്ത അച്ചടിച്ച് വന്ന പത്രത്താൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിലെ 10,000 രോഗികൾക്ക് പിറ്റേ ദിവസം പൊതിച്ചോറ് വിതരണം ചെയ്തു. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങൾ അവിടെ കണ്ണീരൊപ്പുത്തുന്നു. നിങ്ങൾ കുറേ വാഗ്ദാനം കൊടുത്തല്ലോ. വയനാട്ടിൽ നിങ്ങൾ എന്താ വാഗ്ദാനം കൊടുത്തേ? ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാത്രി യാത്രാ നിരോധനം അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ MP ആയിട്ട് ജയിച്ചാൽ ഇവിടെ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വാഗ്ദാനമല്ലേ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്തേ? അതുപോലെ 2024 അദ്ദേഹം കൊടുത്തില്ലേ? പ്രിയങ്ക ഗാന്ധി കൊടുത്തില്ലേ? ഇവിടെ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാനേ കേരളത്തിൻ്റെ നിയമസഭയിൽ ഡയറക്റ്റ് ഷൂട്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്. നിയമനിർമ്മാണം നടത്തി. ഇവിടെ ചോദിച്ചല്ലോ ആങ്കർ, ഭൂപതിവ് പട്ടയം വീട് വയ്ക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവിടെ കൃഷിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഒരു ലോൺ എടുക്കാൻ പോലും പറ്റില്ല. ഇത്തരത്തിലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ചു. ഈ പറയുന്ന പ്രകടന പത്രികയിലെ 900 കാര്യങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോഴേ പൂർത്തീകരിച്ചു. ഇനി 6 മാസമുണ്ട്. എവിടെയെങ്കിലും കുറവുണ്ടോ? ഞങ്ങളത് പരിഹരിക്കും. ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പ്രകടന പത്രികയിൽ പോരാ, ഇന്നത് കൂടി വേണമെന്ന് ചൂണ്ടിക്കാണിച്ചോ, അതുകൂടി ഞങ്ങൾ തയ്യാറാണ്. അതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ 10,000 പരാതി അഡ്രസ്സ് ചെയ്ത് നടപ്പാക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, ഇവിടെ ഏറ്റവും ആദ്യം കോൺഗ്രസ് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാ? കടം. ശ്രീലങ്കയെ തോൽപ്പിച്ചിരിക്കുന്നു കേരളം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച CAG റിപ്പോർട്ട് വന്നു, കഴിഞ്ഞ മാസം. അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഈ രാജ്യത്ത് 15 സംസ്ഥാനങ്ങൾ, കടമുള്ള 15 സംസ്ഥാനങ്ങളിൽ ഈ കേരളം ഇല്ല. വരവ് കൃത്യമായി വർദ്ധിച്ചു, ചെലവ് കൃത്യമായി കുറഞ്ഞു, കടം കുറഞ്ഞു, നികുതി വരുമാനം 23% വർദ്ധിച്ചു. സ്വയം പര്യാപ്തമായിട്ട് ഈ കേരള സംസ്ഥാനം മാറി. അതുകൊണ്ട് ഈ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി കേരളത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ ശേഷിയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇപ്പം പറയുന്നത് എന്താ? വരാൻ പോകുന്ന ഗവൺമെൻറ്റിലേക്ക് ബാധ്യത. വരാൻ പോകുന്ന ഗവൺമെൻറ്റിലേക്കും ബാധ്യതയല്ല. LDF ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എല്ലാ വിഭാഗം ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യും. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇനിയുണ്ട് 6 മാസം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ബമ്പറൊന്നും അല്ല ഇത്. ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അത് കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധതയുള്ള ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ എത്ര നുണപ്രചരണം നടത്തിയാലും, BJP എത്ര നുണപ്രചരണം നടത്തിയാലും, ചില മാധ്യമങ്ങൾ വസ്തുതകളെ വളച്ചൊടിച്ചാലും ഇതൊക്കെ കാണുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. അവരോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. ശരി, ഞാൻ ശ്രീ പ്രേംകുമാർ, ഞാനിപ്പോൾ പല ചർച്ചകളിലും കാണുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് പാറ്റേൺ. അത് വല്ലാതെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഈ വയനാടുമായി ബന്ധപ്പെട്ട് ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കുകയോ, ഭൂമി വാങ്ങിച്ചാട്ടാണല്ലോ കല്ലിടുന്നത്, എങ്കിലും ആലങ്കാരികമായി പറയാം, ഒരു വീടിന് പോലും കല്ലിടുക പോലും ചെയ്യാത്ത ആളുകൾ ഇതൊക്കെ ചെയ്യാൻ വലിയ അധ്വാനം നടത്തുന്ന ഒരു യുവജന പ്രസ്ഥാനത്തെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. DYFയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വല്ലാതെ അത്ഭുതം തോന്നി. DYFയെ പുകഴ്ത്തണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിച്ച് 100 വീട് വെക്കാനുള്ള 20 കോടി പണം അത്ര ശക്തമായ നിലയിൽ സംഭാവന ചെയ്ത ഒരു സംവിധാനം പോട്ടെ. UDF ഭരിക്കുന്ന കാലത്ത്, വലിയ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി കരുണാകരൻ്റെ കയ്യിൽ ആ ദുരിതാശ്വാസ നിധിയെ വിശ്വസിച്ച് പണം നേരിട്ട് കൊണ്ടുകൊടുത്തൊരു ചരിത്രം DYF എന്ന് പറയുന്ന ആ യുവജന പ്രസ്ഥാനത്തിന് അതിൻ്റെ ഭൂതകാലത്തിലുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ നമുക്ക് നമ്മുടെ ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി എന്തും പറഞ്ഞു പോകുന്ന നിലയിലേക്ക് പോയാൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നതൊരു പ്രശ്നമല്ലേ? രണ്ടാമത്തത്, പല വിഷയങ്ങളും കടന്നു വരുന്നതുകൊണ്ടാണ് ശ്രീ പ്രേംകുമാർ. പക്ഷേ ഈ പെൻഷൻ കുടിശ്ശികയുടെ കാര്യത്തിലുണ്ടല്ലോ, AK ആൻ്റണിയെ കടത്തിവെട്ടാൻ ഉമ്മൻചാണ്ടിക്കും കഴിഞ്ഞിട്ടില്ല. AK ആൻ്റണിയുടെ കാലത്ത് 28 മാസത്തെ കുടിശ്ശികയായിരുന്നു.
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 വന്നിട്ടുള്ളൂ. അതിൽ പിന്നീട് കോൺഗ്രസ് പലതരത്തിലുള്ള ചില കുറവ് വരുത്താൻ കഴിയുന്നൊരു തന്ത്രമൊക്കെ പയറ്റിട്ടുണ്ട്. ഞാൻ 2 സാമ്പിൾ കൂടി കാണിക്കാം ശ്രീ പ്രേംകുമാർ. വളരെ വളരെ പ്രാധാന്യമുള്ള, കാരണം 2016 അധികാരത്തിൽ വന്ന് ആ ഓണത്തിന് മുമ്പ് കൊടുക്കുമ്പോൾ ആളുകളുടെ കൈകളിലേക്ക് ഒരു മാസത്തെ സാധാരണ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം പോലെയാണ് അക്കാലത്ത്. 2016 ആലോചിക്കണം. ഇതാ നോക്കൂ, 12,900. അങ്ങനെ ഒരു പെൻഷനുണ്ടോ? 12,900 ആ അഡ്രസ്സിൽ കാണുന്ന അമ്മയ്ക്ക് കിട്ടിയത്. അന്ന് 2016 മെയ് മാസം മുതൽ ഓഗസ്റ്റ് വരെ നോക്കിയാൽ 4 മാസത്തേ ഉള്ളൂ. 1000 വെച്ചാണെങ്കിൽ പോലും 4,000. പിന്നെ എങ്ങനെ 12,900 അവരുടെ കയ്യിൽ കിട്ടി? ദാ അന്നത്തെ വിഷലാണ്, അന്ന് കൊടുത്ത അതിൻ്റെ വിഷലാണ് ദാ കാട്ടുന്നത്. വേറെയുമുണ്ട്. ദാ നോക്കൂ, അന്ന് ഒരു ഓർഡർ ഇറക്കി പരമാവധി 15,000 രൂപ വരെ ഒരാൾക്ക്. ഇതാ നോക്കൂ, ദാ ജൂലൈ അരിയർ പ്ലസ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ദാ 15,000 രൂപയാണ് ആ ഉമ്മയ്ക്ക് കിട്ടിയത് 2016. 15,000 പെൻഷനേ അങ്ങനെ കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് 16-ൽ? അതിനു മുമ്പുണ്ടായിരുന്ന വലിയ തോതിലുള്ള ദാ നോക്കൂ. അപ്പോഴാണ് വെറും 3 മാസത്തതേ ഉള്ളൂ എന്ന് ഒരു സാങ്കേതിക വാദം, ഒരു നിയമസഭയിൽ തന്നെ കൊടുത്തൊരു ഉത്തരത്തിൻ്റെ പിശകുകളെ ചൂണ്ടിക്കാട്ടി അതിൽ തൂങ്ങി നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്. ഇതാ നോക്കൂ, 14,400 രൂപ 2016 അരിയർ എന്ന് പറഞ്ഞാൽ കുടിശ്ശിക, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇത് ചേർത്ത് വരുന്നതാണ്. ഞാൻ പറഞ്ഞതാണ്, അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മാസം ആ കാലത്ത് കിട്ടുന്ന ശമ്പളം പോലെയുണ്ട് ഇത്. 15,000 രൂപ ക്ഷേമ പെൻഷൻ. ഇത് 2016 ഡോക്യുമെൻ്റാണിത്. ഈ നാട്ടിലാണ് ഇങ്ങനൊരു ആർഗ്യുമെൻറ്റ് പാറ്റേണുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രീ പ്രേംകുമാർ, ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. അതായത് നമ്മളൊക്കെ പത്രം വായിക്കുന്നതിന് മുന്നേ കോൺഗ്രസ്സുകാർ വിളിച്ചിരുന്നു എന്ന് ഞാനൊക്കെ കേട്ടിട്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമല്ലാത്ത, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കുന്നൊക്കെ വിളിക്കുന്നവരുടെ കൂടെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ കാലം വന്ന് വിളിച്ചിട്ട് എന്താ ഗോപാല പോവാത്തതെന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിളിക്കുണ്ടാവില്ല. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതൊക്കെ സത്യമായിരുന്നു തന്നെ പിന്നെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഡിവൈഎഫ്ഐ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് സേനാപതി വേണുവിനെ പോലെയല്ല ട്രേഡ് യൂണിയൻ നേതാവാണെന്ന് പറയുന്ന ഒരാൾ പറയുന്നത്. വയനാട്ടിൽ 2-3 ഓപ്ഷൻസ് സംഘടനകളൊക്കെ ഉള്ളത്. മുസ്ലിം ലീഗ് ട്രൈ ചെയ്യുന്നത് പോലെ സ്വന്തം ഭൂമി വാങ്ങി വീട് വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സർക്കാർ വെക്കുന്ന വീടുകളിലേക്ക് പൈസ പിരിച്ചു കൊടുക്കാം. ഡിവൈഎഫ്ഐ 25 വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 100 വീടിന്റെ പൈസ എടുത്ത് സർക്കാരിന് കൊടുത്തു. ആ വീടിന്റെ പണി നടക്കുന്നു. ഇത് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് പിന്നെ ഇങ്ങനെ പറയാൻ പറ്റുന്നതിന്റെ ഒരു ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്താണ് ഇപ്പോഴും. ഇനി അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, വി.ഡി. സതീശനെ പറ്റി എന്നെ പോലുള്ള ആളുകളൊക്കെ നല്ലത് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണെന്ന്. ഞാൻ വി.ഡി. സതീശനെ പറ്റി മോശമായിട്ടോ അധിക്ഷേപകരമായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ യൂട്യൂബ് ചാനലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പ്രത്യക്ഷപ്പെട്ടത് ഇവരുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്ന സമയത്താണ്. ആ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ജസ്റ്റിഫൈ ചെയ്യുന്ന, ഗ്ലോറിഫൈ ചെയ്യുന്ന വീഡിയോകൾ മാത്രമേ കാണുള്ളൂ. പിന്നെ ഉള്ള ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോന്റെ തംബ്നെയിൽ എന്താണെന്നറിയോ? വനവാസത്തിന് കെട്ടുമുറുക്കി കേക്കച്ചൻ എന്നാണ്. ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരാളോട് അത് കാണണ്ടെന്നുള്ളതുകൊണ്ട് ആ ടൈറ്റിലിനോട് ഞാൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ഇത് ഞാൻ പറയാൻ കാര്യം, അതേസമയം തൊട്ട് 3 മണിക്കൂർ മുന്നേ വന്നതിന്റെ ടൈറ്റിൽ ഇതാണ്, കേക്കച്ചൻ ഗതികെട്ട് രാജിയിലേക്ക് എന്നാണ്. അടുത്ത തൊട്ട് മുന്നേ എന്താണെന്നറിയോ? തട്ടിപ്പ് തെറിപ്പാട്ട്, ഇവനാണ് കേക്കച്ചൻ എന്നാണ്. ഈ എല്ലാ തംബ്നെയിലും വിഷണനായ വി.ഡി. സതീശന്റെ ചിത്രവും മുകളിൽ പുഞ്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രമുണ്ട്. ഇത് ചെയ്യുന്നതിന് പിന്നിൽ കോൺഗ്രസ്സുകാർ തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വി.ടി. ബൽറാമിനെ ചുമതലപ്പെടുത്തിയിട്ട് 4 ആഴ്ച കഴിഞ്ഞു. വി.ഡി. സതീശന് ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും നല്ല ഭരണിപ്പാട്ട് വിളിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. കെ.സി. വേണുഗോപാലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഉമാ തോമസിനെയും അടക്കം തെറി വിളിക്കുന്നത് ഇടതുപക്ഷത്തുള്ള ആളുകളല്ല. ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ആളുകളല്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു വാക്കെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയുന്ന ശീലമുള്ള ആളുകളാണ്. അതുകൊണ്ട് വി.ഡി. സതീശനെ പറ്റി നല്ലത് പറയാന്നുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് സേനാപതി വേണുവിനെ പോലുള്ള ആള് ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, ഇവിടെ നിന്നുകൊണ്ട് പറയരുത്. ഞാൻ റിയലിലല്ല ജീവിക്കുന്നത്, റിയൽ പൊളിറ്റിക്സിലാണെന്ന് ആരെ പറ്റിയാണ് ഇതേ വി.ഡി. സതീശൻ കേരളത്തിൽ വന്ന് പറഞ്ഞത് നമുക്കറിയാം. എന്റെ മക്കളെ KSUവിൽ ചേർക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയമാവുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ദേശീയ സെക്രട്ടറിയുടെ ഭാര്യ ഡോക്ടർ ആശയാണ്. ഈ കോൺഗ്രസിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊന്നും കിളിന്തി പറയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. നോക്കൂ, നിങ്ങൾ ഒരു 100 രൂപയെങ്കിലും ആശാ വർക്കേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ എന്ത് നല്ല കാര്യമായിരുന്നു എന്ന് പറഞ്ഞ ആളുകളാണിത്. 1000 രൂപയാണ് ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇവർ അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. ഇനി ഒരർത്ഥത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇവരോട് യോജിക്കുന്നു. 2,500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ സർക്കാർ 2,500 രൂപ കൊടുക്കണം.
ഇനി ഇവർക്ക് ഇത്രയും നിസ്സഹായമായി പോകുന്നത്, വർത്തമാനം പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നത്, അത് രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായിരുന്നാലും അവരുടെ വ്യക്തിപരമായ എന്തെങ്കിലും കുഴപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽപ്പെട്ട നാഷണൽ ഹൈവേയിൽ ഓട്ടോറിക്ഷയും ടൂ വീലറും അനുവദിക്കില്ല എന്ന് അറിയാത്ത ആളല്ല വി ഡി സതീശൻ. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ട ഹെഡ്ലൈൻ എന്തായിരുന്നു? വി ഡി സതീശനോട് KPCC-യുമായി സഹകരിക്കാൻ AICC പറഞ്ഞു എന്നാ. ഞാനൊക്കെ വാർത്ത കണ്ടെങ്കിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. KPCC-യുമായിട്ടല്ലാതെ CPM-ആയിട്ടാണോ വി ഡി സതീശൻ സഹകരിക്കേണ്ടത്? KPCC-യുമായി സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന് AICC നിർദ്ദേശം കൊടുക്കുന്ന കാലത്തിരുന്നിട്ടാണ് ഇവര് ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുന്നതിൽ ഈ തീരുമാനമെടുത്ത സർക്കാരിനെതിരെ വർത്തമാനം പറയുന്നത്. ഒന്നും പറയാനില്ല എന്നേ പറയാനുള്ളൂ. ശരി. സേനാപതിക്ക് പറയാനുള്ളത് മറുപടിയിലേക്ക് ഒന്ന് ചുരുക്കി പ്ലീസ്. ശ്രീ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ 3 യൂട്യൂബിലെ കമന്റ്സ്, അതൊക്കെ വി ഡി സതീശൻ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം കഴിഞ്ഞ 25 കൊല്ലമായി ഈ അധിക്ഷേപങ്ങളും ഇതെല്ലാം അദ്ദേഹത്തിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ശുദ്ധ മലയാളത്തിൽ ഒറ്റ ഇതുള്ളൂ, ഫലം ഉള്ള മരത്തിലാണ് ഏറ്, അത് എറിഞ്ഞുകൊണ്ടിരിക്കും. ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ആ യൂട്യൂബ് ആരാണ് എറിയുന്നത് എന്നുള്ളതാണ് സർ പ്രശ്നം. എറിയുന്നത് ആരാണെന്നുള്ളതാണ്. ആ യൂട്യൂബ് ചാനലുകാരനും അങ്ങും പറഞ്ഞത് അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അങ്ങ് വളരെ ബഹുമാനത്തോടു കൂടി ബഹുമാനം പുരട്ടിക്കൊണ്ട് അതൊരു വിമർശനമാണ്, മറ്റത് അധിക്ഷേപമാണ്. അല്ല, അതാണ് പ്രേംകുമാറിന്റേത് വിമർശനമാണ്, നിരീക്ഷണമാണ്. മറ്റത് ആക്ഷേപവും അധിക്ഷേപവുമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും ഇവരുടെ എല്ലാ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. അതെങ്ങനെയാ ഒന്നാവുന്നത്? ദയവായി അങ്ങനെ ചെയ്യരുത്, അത് മോശമാണ്. ഇത് രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നാണെന്ന് പറയാമോ സേനാപതി? ഞങ്ങൾക്കതിൽ എന്താ പറഞ്ഞ പരിഭവോ വിദ്വേഷമോ ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതിലൊന്നുമല്ല ഗാന്ധിയനാവേണ്ടത്. ഇതിലൊന്നുമല്ല, ഇതിനോടൊക്കെ ക്ഷമിച്ചിട്ടല്ല ഗാന്ധിയന്മാരാവേണ്ടത്. അതിനെ അതേ നിലയിൽ തന്നെ രാഷ്ട്രീയമായി സംഘടനാപരമായി കോൺഗ്രസിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് തന്നെ പരിശോധിക്കണമായിരുന്നു. അത് ചെയ്യുന്നില്ല അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചാളാ. ഇതെന്ത് സർക്കാർ എന്ന് ഒരു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ചോദിക്കുന്ന ഗതികേടൊന്നും ഏതായാലും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങ് പറഞ്ഞു KPCC-യുമായിട്ട് സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. ഇതെന്ത് സർക്കാർ എന്ന് ഒരു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെത്തി. പിന്നെ അരുൺ പറഞ്ഞ ഒരു കാര്യം, ഒരു വസ്തുതാപരമായ ഒരു പെശക് അരുണെ, ആ നിയമം, അതായത് വന്യമൃഗങ്ങളെ കാണുന്ന ഉടനെ വെടിവെക്കാൻ, അത് ഇപ്പോൾ തന്നെ വൈൽഡ് ലൈഫ് വാർഡന് വേണമെങ്കിൽ ഉത്തരവ് കൊടുക്കത്തില്ല. ഇനി ഇങ്ങനെ ഒരു നിയമം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി അത് പാസ്സാവില്ല എന്ന് അരുണിനും അറിയാം, എനിക്കും അറിയാം, നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശരി എന്നാ മലയോര ജനതയ്ക്ക് ഒരു ആശ്വാസം എങ്കിൽ പിന്നെ അത് തന്നെ ഞങ്ങൾ വേണ്ടി ചോദിക്കുന്നത്. ഇത് എത്രയോ മുമ്പേ എത്രയോ വന്യജീവി ആക്രമണങ്ങൾ, പ്രതിസന്ധികൾ. പക്ഷേ ആ മേഖലയിലുള്ളവർ പലക്കെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും, ഒരു സംശയവും. അത് നിങ്ങളെ അത് സ്വാഭാവികമായിട്ട് നിങ്ങളെ അസ്വസ്ഥമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം. ഏത് രീതിയിൽ വിമർശനോ അതൊക്കെ അഴിച്ചുവിടാം എന്നുള്ളത് മാത്രം. ഒരു ചുരുക്കത്തിൽ മറുപടി അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? കേരളത്തിന്റെ നിയമസഭയിൽ എത്രയോ നിയമനിർമ്മാണമാണ് നടത്തിയത്. ആ നിയമം ഏതെങ്കിലും തരത്തിൽ അത് പാസ്സാവാതിരുന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഗവർണർ അതിൽ ഒപ്പിടാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. അല്ലാതെ ഈ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി നിയമനിർമ്മാണമാണ് LDF ഗവൺമെന്റ് നടത്തിയത്. ഇപ്പൊ ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭ പാസ്സാക്കിയ ബില്ല് 2.5 വർഷമാണ് ഗവർണർ അതിൽ അടയിരുന്നത്. ഞങ്ങൾ പോയി നിയമ പോരാട്ടം നടത്തുമ്പോൾ ഒരു കോൺഗ്രസിന്റെ പിന്തുണയുണ്ടായിരുന്നില്ല. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ നയം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്, ഗവർണറുടെ വിഷയത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിഷയത്തിലൊക്കെ. ഇപ്പം അതൊക്കെയല്ല. ഇപ്പം ഈ 1-ാം തീയതി മറ്റന്നാൾ ഈ കേരളം കൃത്യമായി അതിദരിദ്രരില്ലാത്ത നാടായിട്ട് മാറുന്നു, പട്ടിണി രഹിത നാടായിട്ട് മാറുന്നു. ലോകത്ത് ചൈന മാത്രമാണ് പട്ടിണിയെ അതിജീവിച്ച ഏക രാജ്യം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രദേശമായിട്ട് ഈ കേരളം മാറുകയാണ്. ഈ ഘട്ടത്തിലും നുണപ്രചരണമായിട്ട് കോൺഗ്രസ് ഇറങ്ങിത്തിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതും പ്രതിപക്ഷം, ആജീവനാന്ത പ്രതിപക്ഷം എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിൽ പോലും വിചാരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമൊക്കെ എടുത്തു. ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഭരണാധികാരികൾ അവരാരായാലും ജനങ്ങൾ അവരുടെ ഒപ്പം നിൽക്കും. അതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കേരള രൂപീകരണത്തിന്റെ ആദ്യത്തെ 30 കൊല്ലം എടുത്ത് പരിശോധിച്ചാൽ LDF, CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെറും 6 കൊല്ലമാണ് ഭരിച്ച. 24 കൊല്ലവും ഭരിച്ചത് കോൺഗ്രസ് ആണ്. ഈ കേരളത്തിന്റെ അവസാനത്തെ 30 കൊല്ലത്തെ ചരിത്രം എടുത്താൽ
ആ 30 കൊല്ലത്തിൽ 20 കൊല്ലം ഞങ്ങൾ, 10 കൊല്ലം നിങ്ങൾ. പക്ഷെ 10 കൊല്ലം നിങ്ങൾ എന്ന് പറയുമ്പോൾ 5 കൊല്ലം 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ നാടിന്റെ മനസ്സ് ഇടതുപക്ഷ മനസ്സായി മാറിയിരിക്കുന്നു. അത് കൃത്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കു പാലിച്ച് ആ വാക്ക് കൃത്യമായി ജനങ്ങളെ പാലിച്ചു എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന LDF ഗവൺമെന്റിന് ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനം കിട്ടുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി 6 മാസമുണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് പുറത്തു വന്നത്. ജനങ്ങളുടെ എല്ലാ തരത്തിലും കണ്ണീരൊപ്പുന്ന വൻ പദ്ധതികൾ വരും നാളുകളിൽ പ്രഖ്യാപിക്കും, അത് നടപ്പാക്കും. അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ LDF മുന്നോട്ട് പോകും. ഒന്ന് പ്രതിപക്ഷത്തെ ഒന്നുകൂടി കിടിലം കൊള്ളിച്ചാണ് അരുൺ നിർത്തിയത് പ്രേം. ഇത് സാമ്പിൾ മാത്രമാണെന്നാണ്. ഇത് വല്ലതും കണ്ട് പ്രതിപക്ഷം ഞെട്ടുവോ? അതാണ്. പറയിപ്പിക്കും, നമ്മൾ തന്നെ വിമർശിക്കും, നമ്മൾ തന്നെ കണ്ടുപിടിക്കും എന്തൊക്കെ നടപ്പിലാക്കി എന്തൊക്കെ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ടേ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. വളരെ ഗംഭീരമായ സമാപനമാണല്ലോ. ഓട്ടും പാട്ടും പൂരപ്പറമ്പിലായ പോലെ ഉണ്ടല്ലോ. അല്ല, സേനാപതി വേണുവിനോട് ഒറ്റ സംശയമേ ഉള്ളൂ. അതായത് തെറി വിളിക്കപ്പെടുന്ന VD സതീശന്റെ കോൺഗ്രസ് ആണോ നിങ്ങൾ? തെറി വിളിക്കാൻ എന്താ പറയാ വേണ്ട ഒത്താശ ചെയ്യുന്ന ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും കോൺഗ്രസ് ആണോ? ഇതിലെ അവർക്ക് സംശയമുള്ളൂ. രണ്ടാമത്തെ ടീമിൽ ആവരുതേ സേനാപതി വേണു. വലിയൊരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. ശരി, ഏതായാലും ഈ ചർച്ചയുടെ ഉള്ളടക്കത്തിന് ചേരുന്ന വളരെ ഗാംഭീര്യമുള്ള ഒരു ശബ്ദ സംവിധാനത്തോടെ, ഒരു സംഗീതത്തോടു കൂടി തന്നെ ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു.